കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അഭിഷേകമാണ്. നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മഹത്വമാണ്. മഹത്വം നിന്റെ തലമുറയ്ക്കും, മഹത്വം നിന്റെ വീടിനകത്തും, മഹത്വം നിന്റെ ശുശ്രൂഷയിൽ ചലിക്കാൻ തുടങ്ങിയ ചരിത്രം തിരിയും. വളരെ പ്രാർത്ഥനയോടെ ദൈവസ്ഥലിൽ നമുക്കായിരിക്കാം. തുറന്നുള്ള ശുശ്രൂഷയ്ക്കായി അഭിഷിക്തനെ ക്ഷണിക്കുന്നു. കരം തട്ടി ദൈവാസനെ സ്വീകരിച്ച Praise the Lord. Hallelujah. Hallelujah. പകലുള്ള ആൾക്കാർ കുറച്ച് കുറഞ്ഞെന്ന് തോന്നുന്നു. Praise the Lord. 8:45 വരെയുള്ള സമയം പാസ്റ്ററിന് തന്നിട്ടുണ്ട്. തീരുമ്പോൾ നിർത്തും. ആമേൻ. വീട്ടിൽ പോയിട്ട് അത് ഇത് പറഞ്ഞിരിക്കുകയല്ലേ, ആലയത്തിൽ വസിക്കാം. ആമേൻ. നമുക്ക് വേഗത്തിൽ സമയം കളഞ്ഞൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയയിലേക്ക് യേശു പെസഹായ്ക്ക് 6 ദിവസം മുൻപേ വന്നു. അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. മതി, കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുമുഖത്തേക്ക് നോക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഉപവാസത്തിൻ്റെ 4ാമത്തെ രാത്രി അപ്പൻ്റെ സന്നിധി ഞങ്ങളിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. കർത്താവിൻ്റെ മഹത്വം ഇറങ്ങുന്ന രാത്രിയായി രാത്രി പരിശുദ്ധാത്മാവ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതിനായി നന്ദി പറയുന്നു. അഭിഷേകത്താൽ പൊതിയുന്നതിനായി നന്ദി പറയുന്നു. മഹത്വത്തിൻ്റെ വില എന്തെന്ന് ഇന്ന് ജനം തിരിച്ചറിയുന്നതിനായി നന്ദി പറയുന്നു. മഹത്വം ഇറങ്ങിയാൽ എന്തൊക്കെ നടക്കുമെന്ന് കർത്താവേ ജനം ഇന്ന് തിരിച്ചറിയുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രി അത്ഭുതത്തിൻ്റെ രാത്രിയായി മാറട്ടെ. ഈ രാത്രി അടയാളങ്ങളുടെ രാത്രിയായി മാറട്ടെ. ഈ രാത്രി വീര്യപ്രവർത്തികളുടെ രാത്രിയായി മാറട്ടെ. ഈ രാത്രി വെളിപ്പാടുകളുടെ രാത്രിയായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. മുഴുവൻ മഹത്വവും കർത്താവിന്. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്ക് വായിച്ചും പ്രസംഗിച്ചും കേട്ടും പരിചയമുള്ള ഒരു അധ്യായമാണ്. ആരും ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾ പറയും അത് ഏതാണ് സന്ദർഭം എന്നുള്ളത് പറയും. ആ 12-ാം അധ്യായത്തിൽ ഒരിക്കലും സാധ്യത ഇല്ലാത്ത ഒന്നിനെ കണ്ടു. 12-ാം അധ്യായത്തിൽ ഒരിക്കലും സാധ്യത ഇല്ലാത്ത ഒന്നിനെ അവിടെ കണ്ടു. അതാ ഇന്നത്തെ വിഷയം. ആമേൻ. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്ന്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒന്ന്, നമ്മുടെ സ്വപ്നത്തിൽ പോലും നിലയ്ക്കാൻ പറ്റാത്തൊരു പ്രവൃത്തി, അത് സംഭവിക്കുമെന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ലാസറോ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. ആമേൻ. ആ വാക്യം വായിക്കുമ്പോൾ ഭയങ്കര സംഭവമാണ്. ലാസറോ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. സോ സിമ്പിൾ. പക്ഷേ ഇപ്പോൾ പന്തിയിലിരിക്കുന്ന ഈ മനുഷ്യൻ കിടന്ന ഒരു സ്ഥലമുണ്ട്. ഇതിന് തൊട്ടു മുമ്പ് അധ്യായത്തിൽ ഈ മനുഷ്യൻ പന്തിയിലല്ലായിരുന്നു, ശവപ്പറമ്പിൻ്റെ അകത്തായിരുന്നു. ശവപ്പറമ്പിൻ്റെ അകത്തുനിന്ന്, കല്ലറയുടെ അകത്തുനിന്ന് പന്തിയിൽ കയറ്റുന്ന ഒരു സ്വർഗത്തിൻ്റെ മഹത്വം ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് ചലിക്കുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക. മഹത്വം എന്തെന്ന്, മഹത്വത്തിൻ്റെ വില എന്തെന്ന് ആമേൻ നിങ്ങൾ കാണാൻ പോവുക. മഹത്വം ചുമ്പ പറയല്ല. മഹത്വം ഇറങ്ങിക്കഴിഞ്ഞാൽ കല്ലറ അവന് വിഷയമല്ല. മഹത്വം ഇറങ്ങിക്കഴിഞ്ഞാൽ മാറ്റം അവന് വിഷയമല്ല. മഹത്വം ഉണ്ടെങ്കിൽ ആമേ അഴകിപ്പോയത് അവന് വിഷയമല്ല. ആമേൻ. എന്നെ ഓൺലൈനിൽ കേൾക്കുന്നവരും ഇതിനെ പിടിച്ചോണം. ആമേൻ. മഹത്വം ഇറങ്ങിക്കഴിഞ്ഞാൽ അഴകി തുടങ്ങിയത് അതിൻ്റെ മേൽ ജീവൻ വ്യാപരിക്കും. മഹത്വം ഇറങ്ങിയാൽ
അറ്റുപോയത് ചേർന്ന് വരും. മഹത്വം ഇറങ്ങിയാൽ നഷ്ടപ്പെട്ട ബന്ധം തിരിച്ചു പിടിക്കും. മഹത്വം ഇറങ്ങിയാൽ ഇനി കാണത്തില്ലെന്ന് പറഞ്ഞത് കാണാൻ തുടങ്ങും. ഒരിക്കലും ചിന്തിക്കാത്തതും ഒരിക്കലും നടക്കാൻ ചാൻസസ് ഇല്ലാത്തതും നടക്കുന്നതിന്റെ പേരാണ് അത്ഭുതം, അല്ലേ? ഏതൊക്കെയോ ചാൻസ് ഉള്ളത് നടക്കുമെന്ന് പറയുന്നതല്ല, ഒരു ചാൻസും ഇല്ലാത്തത് നടക്കുമെന്ന് പറയുന്നതിന്റെ പേര് അത്ഭുതം. അമ്മേ, നമ്മുടെ മുമ്പിൽ ഇന്ന് സമയം കുറവാ. അമ്മേ, നിങ്ങൾ വിശ്വസിക്കുന്നു മഹത്വം ചലിക്കുമെന്ന്? മഹത്വം വെളിപ്പെടുത്തും വിശ്വസിക്കുന്നു? മഹത്വം ഇറങ്ങിയാൽ അത് വീടിന്റെ അകത്ത് മാത്രമല്ല, കല്ലറയുടെ അകത്തും കയറും. അമ്മേ, കല്ലറയുടെ അകത്ത് കയറിയിട്ട് അതിന്റെ പുറത്തിറക്കുന്ന മഹത്വം ഇന്ന് പകൽ നിന്റെ തലമുറ ഇരിക്കുന്നിടത്തുനിന്ന്, തകർന്നു കിടക്കുന്നതിന്റെ തലമുറ ഇരിക്കുന്നിടത്തുനിന്ന് മഹത്വം ഇറക്കി അതിന്റെ പുറത്തു കൊണ്ടുവരുന്നു. രാത്രിയായി രാത്രി മാറുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ചാൻസ് ഇല്ല, ഒരു വിധത്തിലും പുറത്തു വരത്തില്ല. ആര് പറഞ്ഞു പുറത്തു വരത്തില്ലെന്ന്? എടാ, മഹത്വം കയറി ചലിച്ചാൽ എത്ര ഉൾ അറയിൽ വലിയപ്പെട്ടതാണെങ്കിലും മഹത്വം ഇറങ്ങിയാൽ അത് പുറത്തേക്ക്, സ്വപ്നം കാണുന്നത് പോലെ അത് പുറത്തേക്ക്. ഒരു പുതിയ ജനറേഷൻ ശവപ്പറമ്പിൽ നിന്ന് പുറത്തേക്ക്, പിശാചിന്റെ കോട്ടയിൽ നിന്ന് പുറത്തേക്ക്, പിശാചിന്റെ പിടിയിൽ നിന്ന് പുറത്തേക്ക് ഒരു ജനറേഷനെ പുറത്തു കൊണ്ടുവരുന്ന മഹത്വം ഈ രാത്രി ഇതിന്റെ അകത്ത് ചലിക്കുന്നു. അതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുക. അത് സംഭവിക്കട്ടെ. കുടുംബങ്ങളുടെ മേൽ, വൈദ്യങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഇപ്പം അവന്റെ ഇരിപ്പ് കാണാൻ നമുക്ക് ഇഷ്ടം. കാരണം പന്തിയില്ല, അല്ലേ? പന്തിയിലിരിപ്പ എല്ലാവരുടെയും കൂടെ നല്ല ശ്രേഷ്ഠമാരുടെ കൂടെ പന്തിയിലിരിക്കുന്നേ. പക്ഷെ അവരോട് ചോദിക്കണം, എങ്ങനെ നീ പന്തി കയറി? എങ്ങനെ നീ ഇവിടെ എത്തി? ഇപ്പൊ മയക്കും പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഇപ്പോൾ പോസ്റ്റുകളിൽ കാണുന്നുണ്ടല്ലോ, എങ്ങനെ നീ ഇവിടെ എത്തി? എനിക്കൊരു 12 അധ്യായം മാത്രമല്ല ഏട്ടാ ഉള്ളേ, എനിക്കൊരു 11 അധ്യായമുണ്ട്. നിങ്ങൾ കാണുന്ന എന്റെ 12 അധ്യായമാ, പക്ഷെ തകർന്ന് തരിപ്പണമായ ഒരു 11 അധ്യായം എന്റെ പുറകിലുണ്ട്. തകർന്ന ഒരു കുടുംബം, ഒത്തിരി ചോദിച്ചിന്റെ നടുവിൽ നിന്നൊരു കുടുംബം, എന്ത് ആൻസർ കൊടുക്കുമെന്ന് അറിയാതെ നിന്നൊരു കുടുംബം, ഒത്തിരി നിന്ന സഹിച്ച കുടുംബം, ഒത്തിരി അപവാദങ്ങൾ ഏറ്റ കുടുംബം, ചോദ്യങ്ങൾക്ക് തിരിച്ചു മറുപടി കൊടുക്കാൻ ഇല്ലാതെ നിൽക്കുന്ന 2 സഹോദരിമാർ, യഹൂദന്മാരുടെ മുമ്പിൽ തല കുനിച്ചു നിൽക്കുന്ന, നാട്ടുകാരുടെ മുമ്പിൽ, ദേശക്കാരുടെ മുമ്പിൽ തല കുനിച്ചു നിൽക്കുന്ന 2 സഹോദരിമാർ. എന്ത് ചെയ്യുമെന്നറിയാതെ, എങ്ങനെ പുറത്തു വരുമെന്നറിയാതെ തകർന്നു കടന്നൊരു 11 അധ്യായം. ഞങ്ങൾ ഓർത്തു ഞങ്ങളുടെ സകല സ്വപ്നങ്ങളും അടിയറവ് വെക്കേണ്ട വന്നു. ഒത്തിരി വാഗ്ദത്തങ്ങൾ, ഒത്തിരി ദൂതുകൾ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇതൊന്നും കാണുമെന്നൊരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. എല്ലാം അസ്തമിച്ചു പോയ ഒരു കുടുംബം, എല്ലാം തകർന്നൊരു കുടുംബം.
യേശുവിന് ഏറ്റവും പ്രിയനായിരുന്നവൻ, അല്ലേ? യേശുവിന്റെ സ്നേഹിതൻ. ഇവിടെ പറഞ്ഞ പദം ഇങ്ങനെയാണ്: നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. ഈ മെസ്സേജ് വന്നിട്ടും യേശു അനങ്ങിയോ? ചില മെസ്സേജ് വന്നാൽ യേശു അനങ്ങത്തില്ല. എന്തോ ചില നിങ്ങളുടെ പ്രാർത്ഥന വിഷയം കേട്ടാൽ പോലും മൈൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥന കേട്ടില്ല എന്നല്ല അർത്ഥം, കാര്യമായിട്ട് എന്തോ ചെയ്യാൻ പോകുമെന്നർത്ഥം. പ്രാർത്ഥന നിർത്തരുത്, മടുത്തു പോകരുത്. യേശു കേട്ടില്ലെന്ന് പറയരുത്. യേശു കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. പക്ഷെ അവൻ വരാത്തത്, അവൻ ചെയ്യാത്തത് തന്റെ മഹത്വം വെളിപ്പെടുത്താൻ. ആമേൻ. താമസിക്കുന്നത് അവന്റെ മഹത്വം വെളിപ്പെടുത്താനാണ്. ആമേൻ. എന്താ സംഭവം? സൗരി താമസിക്കുന്ന റീസൺ എന്താ? മഹത്വം വെളിപ്പെടുത്താൻ. മഹത്വം വെളിപ്പെടണമെങ്കിൽ അല്പം ഒന്ന് താമസിക്കണം. ചുമ്മാ മഹത്വം വെളിപ്പെടുത്തില്ല. സാധാരണ വ്യക്തികളിൽ ചെയ്യുന്ന അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അസാധാരണമായ അത്ഭുതം വെളിപ്പെടണം. അസാധാരണമായ അത്ഭുതം വെളിപ്പെടാനുള്ള താമസമാണ് നിന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. തല കുനിച്ചു നിന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട് അതിന്റെ ഒരു റിസൾട്ട് നീ കാണാൻ പോകുന്നു. ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് കുറവൊന്നുമില്ല, ചോദ്യങ്ങൾക്ക് കുറവൊന്നുമില്ല, വാക്യങ്ങളെല്ലാം എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ കാര്യം നടക്കുന്നില്ല. അവിടെയും യഹൂദന്മാർ ചോദിക്കും, നീ എന്തിനാ ഇറങ്ങിയേ? എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ഒത്തിരി വെച്ച് വിളമ്പിയതല്ലേ, എന്നിട്ട് വിളിച്ചിട്ട് വന്നോ? ഒത്തിരി വെച്ച് വിളമ്പിയതല്ലേ, ഒത്തിരി ദൈവദാസന്മാർക്ക് കൊടുത്തതല്ലേ, എന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഇല്ല. ഒന്ന് പ്രാർത്ഥന റിക്വസ്റ്റ് പറഞ്ഞിട്ട് വന്നോ? വരാനുള്ള ഒരു മര്യാദ കാണിച്ചോ? ഇല്ല. പിന്നെ എന്തിനാ പോകുന്നേ? ഈ ചോദ്യത്തിന് മുമ്പിലാണ് നമ്മൾ പതറുന്നേ. അതിന് നമുക്ക് ആൻസർ കൊടുക്കാനില്ല. പക്ഷെ മാർത്തയ്ക്കും മറിയയ്ക്കുണ്ട്. അവൻ വന്നില്ലെങ്കിലും ഞങ്ങൾ കൂടെ പോകും. അവന്റെ സാന്നിധ്യം ഞങ്ങൾ രുചിച്ചറിഞ്ഞതാ, അവന്റെ ശക്തിയെ ഞങ്ങൾ അറിഞ്ഞതാ. അവൻ ഇപ്പൊ വന്നില്ലെങ്കിലും ഞങ്ങൾ അവനെ വിട്ടില്ല. ഇപ്പൊ നിന്റെ കാര്യം നടന്നില്ലെങ്കിലും അവനെ വിടാതെ നിൽക്കാമെങ്കിൽ, അവനെ വിട്ടുമാറാതെ നിൽക്കാമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ സഹോദരനിൽ മഹത്വം ചലിക്കുന്നത്, നിന്റെ കുടുംബത്തിൽ നിന്റെ ജീവിത പങ്കാളിയിൽ മഹത്വം ചലിക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും. ചോദിച്ച നാട്ടുകാരുടെ നടുവിൽ, നിന്നെ കളിയാക്കിയ നാട്ടുകാരുടെ മുമ്പിൽ നീ ദൈവത്തിന്റെ മഹത്വം ചലിക്കുന്നത് നീ, നിന്റെ തലമുറയും നീയും നിന്റെ നാട്ടുകാരും കാണുമെന്ന്. അതനം ജനവൈഡി പ്രൗഢമനകസ്മിലേഖറോ ലാഭ്യ റിബംചാനി വാർത്ത പ്രൗഢമനകടകെ. ജീസസ്. മഹത്വം വെളിപ്പെടുവോ? മഹത്വം വെളിപ്പെടുവോ? നിങ്ങളുടെ ജീവിതം പരാജയപ്പെട്ട് നിൽക്കുന്ന, ഇതിനെ പിടിക്കാൻ വേണ്ടി പിടിച്ചു, നടക്കത്തിൽ എന്ന് പറഞ്ഞ വിഷയത്തിന്റെ മേൽ മഹത്വം ഇറങ്ങുമെന്ന് എന്തുറപ്പാ? ഞങ്ങൾ വരാം. യേശുവിനെ ഏറ്റവും പ്രിയമുള്ളവർക്ക് കഷ്ടതയുണ്ടോ? സമ്മതിച്ചനായ സോദരൻ ഉണ്ട്, ഉണ്ട്. അയ്യോ, ഇതിൻ്റെ അകത്താണ് മഹാ അത്ഭുതം നടക്കുന്നത്. ബൈബിളിൽ മൊത്തം നോക്കിക്കോ, അഭിഷിക്തന്മാർ അത്ഭുതം ചെയ്തത് മുഴുവൻ അവരുടെ പ്രതിസന്ധിയുടെ അകത്താണ്.
അല്ലാതെ എല്ലാവരും ചെയ്ത സ്റ്റേജുകളിലല്ല. അത്ഭുതങ്ങൾ, മഹാമറുകൾ നടന്നത് അവരുടെ ശോധനകളുടെ അകത്താണ്. പത്രോസ് കടലിന്റെ മീതെ നടന്നത് മീൻ പിടിക്കാൻ പോയപ്പോഴല്ല, അല്ലല്ലോ. അവര് എല്ലാവരും കൂടി സഞ്ചരിക്കുമ്പോൾ വല്ലാത്ത കാറ്റ്, വല്ലാത്ത തിരയടിക്കുന്നു. അവർ പ്രാണഭയത്തിലായി. ആ സമയത്താണ് യേശു വെളിപ്പെടുന്നത്. യേശു പറയുക, പത്രോസേ, നിനക്ക് ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങിക്കോ. 11 പേരും സാധ്യതയുള്ളതിൻ്റെ അകത്ത് നിന്ന് ഒലയുമ്പോ ഒരു സാധ്യതയും ഇല്ലാത്തതിൻ്റെ അകത്തേക്ക് നിലയുള്ളതിൽ നിന്നിട്ട് നിലനിൽപ്പില്ലാതെ ഒലയുക. പക്ഷെ ഒരു നിലയില്ലാത്തടത്തേക്ക് ഒരുത്തൻ അങ്ങ് ഇറങ്ങുക. ഇതിന്റെ പേരല്ലേ അഭിഷേകം? ഇതിന്റെ പേരല്ലേ വിശ്വാസം? എന്ത് കണ്ടുകൊണ്ടാണ് പത്രോസ് ഇറങ്ങിയേ? യേശുവിനെ കണ്ടുകൊണ്ട്. ഞാൻ പത്രോസ് ചോദിച്ചു, പത്രോസേ, എന്ത് ധൈര്യത്തിൽ ചാടി ഇറങ്ങിയതാ? പത്രോസ് പറയാ, ധൈര്യമൊന്നുമില്ല. ഞാൻ ചോദിച്ചു, നിലയുണ്ടോ? നിലയില്ല. പിന്നെ എങ്ങനെ ഇറങ്ങി? നിലയില്ലാത്തടുത്ത് നിലയുണ്ടാക്കി നിൽക്കുന്നവനെ ഞാൻ കണ്ടു. നിലയില്ലാത്തടുത്ത് നിലയുണ്ടാക്കി നിൽക്കുന്നവനെ കണ്ടു. അങ്ങനെയെങ്കിൽ എനിക്കും നിലനിൽപ്പുണ്ട്. ഒരു സാധ്യത ഇല്ലാത്തടുത്ത് അവൻ ആടാതെ നിൽക്കുന്ന ഒരുവനെ, സാധ്യത ഉള്ളതിന്റെ അകത്ത് ഞങ്ങൾ ആടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു സാധ്യതയും ഇല്ലാത്തടുത്ത് അമ്മേ നല്ല ദൃഢതയോടെ നിൽക്കുന്ന ഒരുവനെ, നിന്നെ മുക്കുമെന്ന് പറയതിന്റെ മീതെ നടക്കാനുള്ള അഭിഷേകം, നിന്നെ മുക്കിക്കളയുമെന്ന് പറഞ്ഞു വരുന്ന തിരമാലയുടെ മീതെ നടന്ന് കയറുന്ന ഒരു അഭിഷേകം, ആ മഹത്വമാണ് ഇന്ന് രാത്രി ചലിക്കുന്നത്. തിരമുക്കുവോ? ഇല്ല, ഞാൻ അതിന്റെ മീതെ നടക്കും. ഈ 11 പേരും ഇറങ്ങിയിട്ടില്ല. പക്ഷെ അതിൽ വ്യത്യസ്തനായിട്ട് നിനക്ക് മാറാൻ പറ്റുമോ? ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് ചിലതിന്റെ മേലുള്ള സ്പെഷ്യൽ അനോയിന്റിങ്. പറഞ്ഞു, പത്രോസേ, ചാടൽ, ചുമ്മാ ചാടരുത്. നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും പെട്ടെന്ന് നീന്തി കയറാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല, ഇറങ്ങരുത്. പക്ഷേ പത്രോസ് 11 പേരുടെ കൊട്ടേഷൻ നോക്കാതെ, അവൻ്റെ കമ്മ്യൂണിറ്റി നോക്കാതെ ഇറങ്ങിയവൻ. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു ചരിത്രം പത്രോസ് തിരുത്തുകയാണ്. നടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ മീതെ പത്രോസ് നടക്കുന്നു. നിനക്ക് നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ മീതെ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത്, നടക്കത്തില്ലെന്ന് നാട്ടുകാർക്ക് പറയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ എൻ്റെ ദൈവം ചെയ്യുമെന്ന് ഒന്ന് ഉറച്ചു വിശ്വസിക്കാൻ പറ്റുമോ? എൻ്റെ ദൈവത്തിന് അത് കഴിയുമെന്ന്. അതിന് സാധ്യതകളൊന്നുമില്ല, അനുകൂല സാഹചര്യങ്ങളില്ല, ഒന്നുമില്ല. പക്ഷേ നിലയില്ലാത്തതിൻ്റെ അകത്ത് നിലനിൽപ്പ് എൻ്റെ ദൈവം തരും. നിലയില്ലാത്തതിൻ്റെ മീതെ നിലനിൽപ്പ് എനിക്ക് ദൈവം തരും. പറഞ്ഞേ നിലനിൽപ്പില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന വിഷയത്തിന്റെ മീതെ എനിക്ക് നിലതെന്ന് മാനിക്കുന്ന ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ചലിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവൻ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. സാധ്യതയില്ലാത്തതിൻ്റെ മഹത്വം ഇറങ്ങി സാധ്യത ഉണ്ടാക്കുന്ന രാത്രി. യാതൊരു സാധ്യത നിന്റെ മുമ്പിലില്ല, വേണ്ട. പക്ഷെ മഹത്വം ഇറങ്ങി സാധ്യത ഉണ്ടാക്കുമെന്ന്
പരിശുദ്ധാത്മാവോട് പറയാൻ പറയുന്നു, നിനക്ക് സാധ്യത അറ്റുപോയ മേഖലയിൽ നിന്ന് സാധ്യത ഉണ്ടാക്കിയെടുക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ ഗ്ലോറി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇവിടെ ഇരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ തലമുറയെ, വിദേശത്തായിരിക്കുന്ന തലമുറയെ, സകല വഴിയും അടയപ്പെട്ട് നിൽക്കുന്ന ഒരു തലമുറയെ മഹത്വം ഇറങ്ങി ദൈവം വിടുവിക്കാൻ പോകും. ഹോ, അവിടുത്തെ ഗവൺമെന്റിന്റെ നിയമത്തെ ദൈവം തിരിക്കും. ഇത് വിശ്വസിക്കാൻ പറ്റും? വിശ്വസിച്ചോ? എൻ്റെ അളിയൻ ചെക്കന്, അവന് കാനഡയിൽ 6 വർഷം കണ്ട് PR കിട്ടുന്നില്ല. അളിയ ഞാൻ പോരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ വരത്തില്ല, ഇവിടെ വെക്കാൻ പറഞ്ഞു. ഇല്ല അളിയ ഞാൻ വരിക. ഞാൻ പറഞ്ഞു, നീ വരത്തില്ല. അളിയ 2 മാസം കൂടെ ഉള്ളൂ, നമുക്ക് നാട്ടിൽ വന്ന് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം. ഞാൻ പറഞ്ഞു, നീ വരത്തില്ല. ഡിസംബറിലേക്ക് വരാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ സെറ്റപ്പ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു, 2 മാസത്തിൻ്റെ അകം ദൈവത്തിൻ്റെ മഹത്വം നിനക്ക് വേണ്ടി ഇറങ്ങും. നിനക്ക് വേണ്ടി നിയമത്തെ ഞാൻ തിരിക്കുന്നു എന്ന് പറഞ്ഞു. അഭിഷിക്തന്മാർക്ക് അധികാരമുണ്ടോ? ഉണ്ടെന്നേ. നിയമം തിരിയും. നിനക്ക് വേണ്ടി നിയമം തിരിച്ചു കളയും. ഇത് പറഞ്ഞ് ഡിസംബർ 25 ആകുന്ന സമയത്ത് കോള് വരുന്നു, അളിയ എനിക്ക് PR കിട്ടി. അതെങ്ങനെയാടാ? കിട്ടി. കൊറോണ സമയത്ത് $600 വാങ്ങിച്ച് വീട്ടിലിരുന്നവന്മാരോട് പറഞ്ഞു, അവന്മാർക്കൊക്കെ പോകാം. $1 വാങ്ങിച്ചിട്ടും ആഴ്ച 1 വന്ന് ഓഫീസിൽ വന്ന് ജോലി ചെയ്തതിന് എല്ലാം PR കൊടുക്കാൻ പറഞ്ഞു. ഇങ്ങനെയൊന്നും അവിടെ നടന്നിട്ടൊന്നുമില്ല. പക്ഷെ ദൈവം അങ്ങ് ചെയ്തു. ഇന്നും ഫാമിലിയായിട്ട് കാനഡയിലാണ്. അപ്പോൾ മഹത്വം ചലിക്കുമെന്ന് ചോദിച്ചു. മഹത്വം ചലിക്കും. വൈറ്റ് പേപ്പറിന്റെ മേൽ മഹത്വം ചലിക്കും. വിശ്വസിക്കാൻ തയ്യാറായാൽ മതി. വിശ്വസിക്കാൻ തയ്യാറായാൽ തലമുറയ്ക്ക് വേണ്ടി മഹത്വം വിദേശത്ത് ഇറങ്ങുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആമേൻ പറയണം. വിശ്വസിക്കാൻ റെഡിയാണോ? മഹത്വം ഇറങ്ങുന്ന ഇറങ്ങും. പിന്നെ വേണ്ടേ? ഇറങ്ങും. ഇറങ്ങി ഇന്ന് രാത്രി മഹത്വം ചലിക്കുന്ന രാത്രിയായി തലമുറയ്ക്ക് വേണ്ടി നിയമത്തെ വരും തിരിക്കുന്ന ദൈവിക മഹത്വം യേശുവിന്റെ നാമത്തിൽ ഇറങ്ങട്ടെ. നിയമത്തെ പരിശുദ്ധാത്മാവ് രാത്രി തിരിക്കുന്നു. ദൈവിക മഹത്വം അവരുടെ മേൽ ഇറങ്ങുന്നു. പേപ്പറുകളുടെ മേൽ സൈൻ വീഴുന്നു. ഒരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇറങ്ങി ചലിച്ച് PR കൊടുത്ത അതേ മഹത്വം നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഈ രാത്രി ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ സൈൻ ചെയ്യുന്നു. അത്ഭുതം ആ വിഷയത്തിന്റെ മേൽ സംഭവിക്കട്ടെ. പേപ്പർ വർക്ക് സ്പീഡാകട്ടെ. സ്റ്റെക്കായി നിൽക്കുന്ന പേപ്പറുകൾ വേഗത്തിൽ ചലിക്കട്ടെ. നിയമങ്ങൾ അവർക്ക് അനുകൂലമായി മാറട്ടെ. ഗ്രാഫുകൾ അവർക്ക് വേണ്ടി ഉയരട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ. മഹത്വം ഇറങ്ങോ? ഇറങ്ങോ? മഹത്വം ഇറങ്ങി. മഹത്വം നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഫോൺ കോളുകൾ നിങ്ങൾക്ക് വരാൻ പോകും. ഇതിൻ്റെ അകത്ത് കുടുംബ ബന്ധങ്ങൾ തകർന്നിരിക്കുന്ന ചില മാതാപിതാക്കൾ തലമുറയ്ക്ക് അവർ
രണ്ടാകാനുള്ള സാധ്യതകൾ മുമ്പിൽ കണ്ട് പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അവർ രണ്ടാകത്തില്ല. മഹത്വം ഇറങ്ങും, മഹത്വം ഇറങ്ങും, മഹത്വം ഇറങ്ങും. ഞാൻ വ്യക്തിപരമായി പറയുന്നില്ല, പൊതുവിൽ ഞാൻ പറയുകയാണ്. മഹത്വം ഇറങ്ങി അവരെ ഒന്നിപ്പിക്കാൻ പോകുന്നു. എസ്പെഷ്യലി രണ്ട് കുടുംബങ്ങൾ അവർ ഒരുമിച്ച് പോകാനുള്ള സാധ്യതകളില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ഇറങ്ങിയിട്ട് അവരുടെ മൈൻഡിനെ തിരിക്കുന്നു. ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാൻ, ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന മനസ്സിന്റെ ഉടമയാക്കി പരിശുദ്ധാത്മാവ് അവരെ മാറ്റാൻ പോകുന്നു. ഒന്ന്, നിങ്ങൾ അവർക്ക് വേണ്ടി വേറെ കണ്ടുപിടിക്കരുത്. നിങ്ങൾ പറയണം, മഹത്വം എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ചലിക്കും. എൻ്റെ തലമുറകൾ രണ്ടാകാനല്ല ഞാൻ അവരെ ഒന്നാക്കിയത്, അവർ ഒന്നിച്ചു വാഴാനാണ്. അവരുടെ വാഴ്ചയെ തകർക്കാൻ നോക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ കുടുംബങ്ങളിൽ നിന്ന് പുറത്തുപോയി ഫ്രീസായി പോകട്ടെ. ഇനി മേലിൽ കയറരുത്. ഒരുമിച്ച് നിങ്ങളെ വീഡിയോ കോൾ വിളിക്കുന്ന നിങ്ങൾ കാണാൻ പോകുന്നു. ആരാമേ പറയാം. കാരണം വിശ്വസിക്കാൻ തയ്യാറാകണം. അത്ഭുതം എൻ്റെ തലമുറയിൽ, അത്ഭുതം എൻ്റെ കുടുംബത്തിൽ സംഭവിക്കുമെന്ന്, ഈ രാത്രി മഹത്വം ഇറങ്ങി തിരിക്കുമെന്ന്. സാധ്യതയില്ലാത്ത ലാസർ പുറത്തു വന്നെങ്കിൽ സാധ്യതയുള്ള നിന്റെ തലമുറ, മരിച്ചവൻ പുറത്തു വന്ന് പന്തിയിലിരുന്നെങ്കിൽ ജീവനുള്ളതിന്റെ തലമുറ എത്ര അധികമായി അവർ പന്തിയിൽ കയറും. യേശു ഒത്തിരി സ്നേഹിച്ച കുടുംബമാണ്. ഒത്തിരി വെച്ച് വിളമ്പിയ, ഒത്തിരി അനുഭവങ്ങൾ, സാക്ഷ്യങ്ങളുള്ള കുടുംബമാണ്. പക്ഷേ അവരുടെ ഒരു പ്രയർ റിക്വസ്റ്റിന്റെ അകത്ത് യേശു ചലിച്ചില്ല. നമ്മൾ ചോദിക്കാറില്ലേ, 7 ഇരുന്നു, 21 ഇരുന്നു, 3 വെള്ളി ഇരുന്നു, 4 വേഴം ഇരുന്നു. എൻ്റെ പാസ്റ്റർ ഒരു രക്ഷയില്ല. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ? എന്താ പറ്റിയേ? നടക്കുന്ന കേസല്ലെന്നേ. ആമേനൊക്കെ പറയും, എന്നാലും നടക്കുന്ന കേസൊന്നും അല്ല. ഇനി നടക്കുവാണ്, നടക്കട്ടെ. നോ, അല്ല 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 അല്ല. നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എന്തോ ചെയ്യാൻ, നിനക്കായിട്ട് സ്പെഷ്യൽ എന്തോ ചെയ്യാൻ കർത്താവ് പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ചെയ്യുന്നതെല്ലാം സ്പെഷ്യലാണ്. സാധാരണ സംഭവങ്ങൾ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതന്നെ. കാരണം എനിക്ക് വേണ്ടി ഒത്തിരി വെച്ചു വിളമ്പിയ കുടുംബമാണ് കുടുംബം. എനിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച കുടുംബമാണ്. എൻ്റെ സ്നേഹിതനാണ്. ആ കുടുംബത്തിന് വേണ്ടി സാധാരണ വീട്ടിൽ ചെയ്യുന്ന ഹീലിങ്ങുകൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സാധാരണ വീട്ടിൽ ചെയ്യുന്ന തലവേദന മാറ്റുന്ന, പനി മാറ്റുന്ന പരിപാടി ഞാൻ അവിടെ ചെയ്യത്തില്ല. ഞാൻ അവിടെ ചെയ്യുമ്പോൾ സംതിങ് സ്പെഷ്യൽ, ദേശത്തെ ഇളക്കുന്നത് ഞാൻ ചെയ്യത്തുള്ളൂ. ചിലത് ദൈവം ചിലതിനു വേണ്ടി ചെയ്യുന്നത് ദേശത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന വിധത്തിൽ അത്ഭുതം ദൈവം ചെയ്യും. നിന്റെ അഡ്രസ്സിനെ തെളിയിക്കുന്ന വിധത്തിലെ ദൈവം കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. ഇതിനകത്ത് ചിലതിൻ്റെ ഒക്കെ ഇരിപ്പ് കാണുമ്പോൾ എഴുന്നേറ്റ് പോകാൻ പറയാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. ഈ മഹത്വത്തെ വിശ്വസിക്കാൻ തയ്യാറാകണം. വിശ്വസിക്കാൻ തയ്യാറായെങ്കിൽ
മഹത്വം ഇറങ്ങത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇരുന്ന് ഉപ്പുതൂണാകാന്നേ ഉള്ളൂ, ഒന്നും നടക്കത്തില്ല. ആമേൻ. ദൈവം ചിലതിനു വേണ്ടി ചെയ്യുന്നത് നിങ്ങൾക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാ. ഞാൻ പകല് പറഞ്ഞു 14 മണിക്കൂറോളം ബോധം കെട്ട് കിടന്നതാ. ഇപ്പൊ ഈ ബോധത്തോടെ വന്ന് പുറകെ ഇരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ചിലത് ദൈവം ചെയ്യാൻ തുടങ്ങിയ അത് നമുക്കൊന്നും താങ്ങാൻ പറ്റത്തില്ല. അതുപോലെ ദൈവത്തിന്റെ മഹത്വം ഇറക്കി തമ്പുരാൻ നമുക്ക് വേണ്ടി കാര്യങ്ങൾ തീരുമാനിക്കും. നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നീയല്ല, നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നാട്ടുകാരല്ല, നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അഭിഷേകമാണ്, നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മഹത്വമാണ്. മഹത്വം നിന്റെ തലമുറയ്ക്കും, മഹത്വം നിന്റെ വീടിന്റെ അകത്തും, മഹത്വം നിന്റെ ശുശ്രൂഷയിൽ ചലിക്കാൻ തുടങ്ങിയ ചരിത്രം തിരിയും. യേശു ആ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. പലരും പറഞ്ഞിട്ട് ഈ മനുഷ്യന്, ഈ യേശുവിന്, കുരുടനെ സൗഖ്യമാക്കിയവന് ഇതിനെ മരിക്കാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നോ? പറ്റും. എനിക്ക് അങ്ങനെ ആ വീട്ടിലും ഈ വീട്ടിലും ചെയ്ത പോലെ ചെയ്യണ്ട. ഈ വീട്ടിൽ ചെയ്യുന്നത് ദേശം അറിയണം, ഈ വീട്ടിൽ ചെയ്യുന്നത് ലോകം അറിയണം, ഈ വീട്ടിൽ ചെയ്യുന്നത് ചരിത്രത്തിൽ കയറണം. എന്റെ ദൈവം ചെയ്യുന്ന നോക്കിയേ, ചരിത്രത്തിൽ എഴുതി കയറ്റുന്ന, ചരിത്രത്തിൽ എഴുതി കുറിക്കുന്ന വിധത്തിൽ ദൈവിക മഹത്വം വീടുകളിൽ ചലിപ്പിക്കുന്ന ദൈവപ്രവൃത്തി അവൻ എന്റെ വീടിന്റെ അകത്ത് ചെയ്യുമെന്ന് ദൈവസമര വീട്ടിൽ നമ്മൾ സാധാരണ ലെവലിൽ കാണുന്ന അത്ഭുതങ്ങളെ മൈൻഡ് ചെയ്യരുത്. അസാധാരണമായത് അതാ പ്രതീക്ഷിക്കണ്ടേ. ഇപ്പം അവറാച്ചാൻ സൗഖ്യമായി, ഇപ്പറെ കുഞ്ഞമ്മ സൗഖ്യമായി, ആ രീതിയിലല്ല, അതിലും വ്യത്യസ്തമായ രീതിയിൽ. സാധാരണ ഒരു സൗഖ്യം കൊണ്ട് നീ സംതൃപ്തിപ്പെടരുത്. അസാധാരണമായ മഹത്വം നമ്മളിൽ വെളിപ്പെടുന്നത്, നമ്മളിലൂടെ നടക്കുന്നത്, അത് കണ്ടു വേണം നീ പ്രാർത്ഥിക്കാൻ, അത് കണ്ടു വേണം നീ സ്റ്റെപ്പ് വെക്കാൻ. പക്ഷവാതക്കാരനെ സൗഖ്യമാക്കിയതല്ലേ, ഇവനെ കൂടെ സൗഖ്യമാക്കത്തില്ലായിരുന്നു? ആക്കാം. കുരുടന് സൗഖ്യം കൊടുത്തതല്ലേ? അതെ. പക്ഷെ അങ്ങനെ ഒന്നും ഞാൻ ഈ വീട്ടിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പല ചോദ്യങ്ങൾക്കും മറുപടി ഇന്ന് ഈ രാത്രി കേൾക്കുന്നേ. അങ്ങനെ ഒന്നും പെട്ടെന്ന് കയറി കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവൻ ചെയ്യുമ്പോ 4 ആൾ അറിയണം. അവൻ ചെയ്യുമ്പോൾ പഞ്ചായത്തെങ്കിലും അറിയണം. അവൻ ചെയ്യുമ്പോൾ ദേശം അറിഞ്ഞേ ചെയ്യത്തുള്ളൂ. അവൻ ചെയ്യുമ്പോൾ ദേശത്തെ ഇളക്കി ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. വാർത്ത പറഞ്ഞു, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ മരിക്കത്തില്ലായിരുന്നു. ശരിയാ കുഞ്ഞെ, ഞാൻ ഇവിടെ ഇല്ലാത്തനായി സ്തോത്രം. ചില സാഹചര്യങ്ങളിൽ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ, ചില സാഹചര്യങ്ങളിൽ ആരും അനുകൂലമായി നിൽക്കുന്നില്ലെങ്കിൽ അതിന് സ്തോത്രം പറഞ്ഞോ. ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങാൻ സമയമായി, ദൈവത്തിൻ്റെ ഗ്ലോറി വെളിപ്പെടാൻ സമയമായി. ഗ്ലോറി വെളിപ്പെട്ടാൽ കാടിൻ്റെ അനുഭവം തിരിയും. ഹോരവിൽ മോശ തീ കണ്ടതേ അവന്റെ സാഹചര്യം തിരിഞ്ഞു. ആമേൻ. മഹത്വം ഇറങ്ങിയാൽ നീ തിരിയുന്നു പറ. മഹത്വം ഇറങ്ങിയാൽ നിന്റെ തലമുറ തിരിയും. മഹത്വം ഇറങ്ങിയാൽ നിന്റെ ജീവിത പങ്കാളി തിരിയും. മഹത്വം ഇറങ്ങിയാൽ നിന്റെ സാഹചര്യങ്ങൾ തിരിയും. മഹത്വം ഇറങ്ങിയാൽ നിന്റെ ശുശ്രൂഷ തിരിയും. മഹത്വം ഇറങ്ങിയാൽ നിന്റെ ഇപ്പോഴത്തെ ശൂന്യതകൾ നിറവായി മാറും.
അറി ഹൽബർ ഹുസലതി അൽതൽ വദാസി ദിലറഷ്മാനി അർഥന. ഒന്നും രണ്ടും മൂന്നും വട്ടം എഴുതി തോറ്റത് എന്തിനാണെന്നറിയാവോ? മഹത്വം വെളിപ്പെടുത്താനാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഇനി അടുത്ത വീട്ടിലെ കാര്യമല്ല, ഈ വീട്ടിൽ ഇവിടുത്തെ കാര്യമാണ്. ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം എഴുതി തോറ്റത് മഹത്വം ഇറങ്ങി ജയം കൽപ്പിക്കാൻ പോകുന്നു. മഹത്വം, നിന്റെ തലമുറയ്ക്ക് വേണ്ടി മഹത്വം ഇറങ്ങി. ഹോ അറാസി അൽതൽഗമനയ IELTS എഴുതി തോറ്റതിനോട് പരിശുദ്ധാത്മ പറയുന്നു മഹത്വം ഇറങ്ങി ജയം കൽപ്പിക്കാൻ പോകുന്നു. ഈ ദൂതനെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ, ഈ ദൂതനെ നീ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ മഹത്വം നിന്റെ തലമുറയുടെ മേൽ ഈ രാത്രി വെളിപ്പെടും. അങ്ങ് അറ്റെത്തി. ഇനി എപ്പോഴാ അറ്റെത്തിയോ? രക്ഷപ്പെട്ടു. കല്ലറയുടെ അകത്തു നിന്നാന്നേ പുറത്തു വരുന്നേ. തീർന്നു എന്ന് പറയുന്നിടത്തുനിന്ന് ദൈവം തുടങ്ങാൻ പോകുക. കഴിഞ്ഞു എന്ന് പറയുന്ന ഇടത്തുനിന്ന് ദൈവം തുടങ്ങാൻ പോകുകയാണ്. ഇത് തീർന്നു അസ്തമിച്ചു എന്ന് പറയുന്ന ഇടത്തുനിന്ന് ദൈവം പുതിയ ആരംഭം കുറിക്കുന്നു. ഈ ഹോളോബ്രിക്സ് കട്ട കൊണ്ട് കെട്ടി ബൗണ്ടറി തിരിച്ച് 10-15 സെന്റ് സ്ഥലം ഹോളോബ്രിക്സ് കൊണ്ട് കെട്ടി അകത്ത് അപ്പാർട്ട്മെന്റ് അകത്ത് കാര്യമായിട്ടൊന്നുമില്ല, തെളിഞ്ഞു കിടക്കുന്ന ഒരു ലാൻഡ്. അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങാൻ പോകുന്നു. അതിൻ്റെ അകത്ത് ശാപത്തെ അഴിക്കുന്ന എന്റെ പരിശുദ്ധ വ്യക്തമായത് കാണിക്കുന്നു. അത് വിറ്റ് പോകാത്തതാണോ? എൻ്റെ വീട് പണിയാൻ പറ്റാത്തതാണോ? അത് വെറുതെ കിടക്കുകയാണ് നാളുകളായി. ആ ലാൻഡിലേക്ക് സ്വർഗത്തിൻ്റെ ദൂതൻ ഇറങ്ങുന്നത് ഈ ലാൻഡ് സംബന്ധമായി അതിന് വീട് വെക്കാനും പറ്റുന്നില്ല, വിൽക്കാനും പറ്റുന്നില്ല. അങ്ങനെയുള്ള ആരോളെ വീട് വെക്കാനെന്നോ കൊടുക്കാൻ പറ്റുന്നില്ല. 2.5 ഏക്കർ കൊണ്ട് ചർച്ചിന് പിടിക്കായിരുന്നു. ആരും കേട്ടില്ല. പോട്ടെ. അങ്ങനെ വേറെ ആളുണ്ടോ? എന്താ എഴുന്നേറ്റോ? എന്താ വിൽക്കാനാണോ? ഹൗളി കേൾക്കണ്ട. മഹത്വം ഇറങ്ങുന്നു. വിശ്വസിക്കുന്നോ? വരച്ച വിശ്വസിക്കുന്നു. വരച്ച തലയാട്ടിയെ പറ്റത്തില്ല. വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിൽക്കാൻ പറ്റാതെ കിടക്കുന്ന ലാൻഡിനെ യേശുവിന്റെ നാമത്തിൽ ലോക്കിനെ ഞാൻ പൊളിക്കുന്നു. വരുന്ന 5 മാസത്തിന്റെ യാഗം അത് സെയിലാകും. യേശുവിന്റെ നാമത്തിൽ മഹത്വം അതിന്റെ മേൽ ചലിക്കുന്നു. അത്ഭുതം നടക്കട്ടെ. ഈ രണ്ടുപേരും ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. അതിന്റെ ലോക്കിനെ ഞാൻ അൺലോക്ക് ചെയ്യുന്നു. കറക്റ്റ് ദശാംശം ചർച്ച കൊടുക്കണം. കർത്താവേ, അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു. അത്ഭുതം ചെയ്തതിനായി. അപ്പം സംഭവം നടന്നു. ഹല്ലേലൂയ. പ്രവർത്തിക്കുന്ന ദൈവം. ഈ ഹോളോബ്രിക്സും കൊണ്ട് കെട്ടി വെച്ചേക്കുന്ന ഒരു ലാൻഡ് ഒരു ലെവൽ ഫ്ലോട്ടാണ്. അച്ഛൻ്റെ ആണോ? എന്നാ പിന്നെ പറയണ്ട. അതിനകത്തൊന്നും നടണ്ടേ?
എന്തെങ്കിലും നട്ടിട്ടുണ്ടോ അതിനകത്ത്? ചെറിയ തൈ റബ്ബർ. അതിനകത്ത് വീട് പണിയാനാണോ? പതിനഞ്ച് സെന്റ്. 15 സെന്റ് ഓളോക്സിയുടെ കട്ടായം. എൻ്റെ വീട്ടിൽ പ്രാർത്ഥന മുറിയിൽ കാണിച്ച ലാൻഡാണ്. കർത്താവിനോട് പറയുന്നു, അതിൻ്റെ അകത്തെ ശാപത്തെ ദൈവം അഴിക്കാൻ. ആ ലാൻഡിൻ്റെ അകത്തെ ശാപത്തെ ദൈവം ഈ രാത്രി അഴിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇദ്ദേഹത്തിൻ്റെ ആ ലാൻഡിൻ്റെ അകത്ത് 15 സെന്റ് സ്ഥലത്തിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ഞാൻ ദൂതനെ അയക്കുന്നു. ദൂതനെ പുറപ്പെടുക, അതിൻ്റെ അകത്ത് ശാപം അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതിൻ്റെ അകത്ത് മനോഹരമായ ഒരു വീട് ഉണ്ടായി വരട്ടെ. അച്ഛാ, വീട് പണിയാനുള്ള സാധ്യതയില്ല, ചാൻസ് ഇല്ല, പണമില്ല. പക്ഷെ മഹത്വം ഇറങ്ങിയ അതിന്റെ പേരല്ലേ അത്ഭുതം. ഇപ്പം 50 ലക്ഷം അക്കൗണ്ടിൽ ഇട്ടിട്ട് പാസ്റ്റർ ഇതിനകത്ത് വീട് പണിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നാ പറയാനാ, നീ അങ്ങ് പണിയേ. പക്ഷെ ഒന്നും ബാങ്ക് ബാലൻസ് ഇല്ലാത്ത നിങ്ങളോട് ഞാൻ പ്രവചിക്കുന്നത്, അതിൻ്റെ അകത്ത് നിങ്ങൾ വീട് പണിയും. അതിനകത്ത് വീട് പണിയും, നിങ്ങൾ കയറി താമസിക്കും. അത് നടക്കാൻ പോകുന്ന 2028 നടക്കും, സംഭവിക്കും. ഈ അഭിഷേകം വന്ന് തറക്കല്ലിടും. കർത്താവ്, ഞാൻ ബ്ലസ് ചെയ്ത ദൂതനെ കൈമാറുന്നു. അത്ഭുതം അഭിഷേകത്തിന് മേൽ ചലിച്ചതിനായി സ്തോത്രം. ആ കാര്യങ്ങൾ തട്ടി മഹത്വപ്പെടുത്ത ദൈവത്തിന്. ഹല്ലേലൂയ. ഹർഷ് പരാതി ഹൽബ്രോ ഹോസാനേദി നികടകമാനിയ. യേശു ആ സഹോദരിമാരുടെ അടുക്കലേക്ക് ചെന്നു. സഹോദരിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവരുടെ കരച്ചില് കണ്ടിട്ട് സഹിക്കാൻ മേലാതെ കൂടെ അങ്ങ് കരഞ്ഞു. ഇങ്ങനെ ഒരു കർത്താവോ? ആന്നേ, നമ്മുടെ കൂടെ അങ്ങ് കരയും. പിന്നെ നിങ്ങൾ മാത്രമേ കരയത്തുള്ളൂ, കൂടെ കർത്താവും കരയും. കർത്താവ് ചോദിക്കുക, അവനെ വെച്ചത് എവിടെ? ആ സമാധാനം. ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. നമ്മൾ ചോദിക്കില്ലേ, സമയം എപ്പോഴെങ്കിലും വന്നല്ലോ എന്ന് പറയത്തില്ലേ? പക്ഷെ ചത്ത് കഴിഞ്ഞാൽ വന്നേ. ഇതിനെന്താ ചോദിക്കണ്ടേ? ഇപ്പോഴെങ്കിലും വന്നല്ലോ. അപ്പം അയലോക്കാർ പറയുന്നുണ്ട്, ആ സമയത്ത് അനുശോചനം അറിയിക്കാനൊന്നും പറ്റിയില്ല, ഒന്ന് കാണാനോ പറ്റിയില്ല. അപ്പം ഇപ്പോഴെങ്കിലും ശവക്കോട്ടെ പോയെങ്കിലും ഒരു അനുശോചനം പറയട്ടെ. അവനെ വെച്ചതോ എവിടെ? അതെന്നെ കർത്താവേ അങ്ങനെ ചോദിച്ചേ കാര്യമുണ്ട്. യേശുവിന് ശവക്കോട്ടെ ചെല്ലണോ ലാസറിനെ ഉയർപ്പിക്കാൻ? വേണോ? വേണ്ട. യേശു വീട്ടിലിരുന്ന് വിളിച്ചാൽ ലാസർ പുറത്തു വരത്തില്ലേ? വരുവോ? പക്ഷേ യേശു ചോദിക്കുന്നു, വെച്ചത് എവിടെ? കർത്താവേ, വന്ന് കാണുക. മാർത്തയുടെയും മറിയയുടെയും യഹൂദന്മാരുടെ വലിയൊരു കൂട്ടത്തോടു കൂടെ കല്ലറയുടെ വാതിൽക്കൽ യേശു എത്തി. യേശു പറയുന്നു, കല്ല് നീക്കുക. നാട്ടുകാരൊന്നും തടസ്സമില്ല, നാട്ടുകാരൊന്നും തടസ്സമില്ല. പക്ഷെ സഹോദരി തടസ്സം. സഹോദരി പറയുന്നു, കർത്താവേ, എനിക്ക് ഫെയ്ത്ത് ഒക്കെ ഉണ്ട്, ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. പക്ഷേ അത്യാവശ്യം സയൻസൊക്കെ ഞാൻ പഠിച്ചതായതുകൊണ്ട് ഞാൻ പറയാം, 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങി. അതുകൊണ്ട് പ്ലീസ് നീ പുറത്ത് നിന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് പോ. നാട്ടുകാരല്ല തടസ്സം, വീട്ടുകാർ തന്നെ തടസ്സം. ഒരുവൻ്റെ ശത്രു നിങ്ങൾ തന്നെ പറ. സഹോദരി പറയുന്നത് ന്യായമുള്ള കാര്യമാണ്. പക്ഷെ അവൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു അത്ഭുതം നടക്കുന്നു. ഈ കല്ലറയുടെ മുമ്പിൽ ഒരു അത്ഭുതം നടക്കുമെന്ന് മാർത്തയ്ക്കോ മറിയയ്ക്കോ വിശ്വസിക്കാൻ പറ്റുന്നില്ല.
പക്ഷവാതക്കാരനെ സൗഖ്യമാക്കി, കുരുടനെ സൗഖ്യമാക്കി, മുടനെ സൗഖ്യമാക്കി, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, എല്ലാം ശരിയാ. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, എല്ലാം ശരിയാ. പക്ഷേ ഇവിടെ അത്ഭുതം, യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചു. അത് മണിക്കൂറുകളായിട്ടുള്ളൂ. നൈൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. അത് മണിക്കൂറുകളായിട്ടുള്ളായിരിക്കാം. ഇത് 4 ദിവസമായി. നാറ്റം വെച്ചു തുടങ്ങി, അഴകി തുടങ്ങി. നോ ചാൻസസ്, നടക്കത്തില്ല. അത് ശരിക്കും അവർക്കറിയാം. അപ്പൊ അവരൊക്കെ ഉയർത്തതോ, അത് പിന്നെയും എന്തെങ്കിലുമൊക്കെ സാധ്യതകളുണ്ട്. ഇത്ര മണിക്കൂർ ഇല്ലെങ്കിൽ 1 ദിവസമല്ലേ ഉള്ളൂ. ഇത് അങ്ങനെയല്ല കർത്താവേ, 4 ദിവസം കഴിഞ്ഞു. അത് നിന്റെ സയൻസ്. ഈ നിൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഈ നിൽക്കുന്ന മനുഷ്യൻ സ്പൈനൽ കോഡ് ഇളകി ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ചവനാണ്. പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ഡോക്ടർ സിംഗ് ഓർത്തോ വിഭാഗം. അദ്ദേഹം പറഞ്ഞു, നടക്കത്തില്ല, ഇവന്റെ കൈ ചലിക്കത്തില്ല. പക്ഷേ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, 3-ാം ദിവസം ഞാൻ സൗഖ്യം തരും. പുഷ്പഗിരിയുടെ ചരിത്രത്തിൽ നടക്കാത്ത മെറുക്കൾ, ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ചെയ്തു. എന്താ ദൈവത്തെ കുറിച്ച് പഠിച്ചേക്കുന്നത്? ദൈവം ചെയ്യുന്ന നാട്ടുകാർ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞു രക്ഷപ്പെട്ടു. ദൈവം അത്ഭുതം ചെയ്യും. എന്റെ കൈ കൊണ്ട് 1 ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ കഴിവില്ലാതെ കിടന്ന ഈ 21 ദിവസം, 21 ദിവസം എൻ്റെ കൈ ചലിക്കാൻ തുടങ്ങി. ഇപ്പൊ എത്ര മണിക്കൂർ, എത്ര ദിവസം ഡ്രൈവ് ചെയ്താൽ പോലും പിന്നെ ഏട്ടാക്കിയ ഒരു പിടുത്തം, അവിടം തൊട്ട് മണ്ട മുടി വരെ ഒരു വലിയ വരും. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് ഓർപ്പിക്കാൻ. ആമേൻ, പ്രൈസ് ഗോഡ്. ഈ ഗിയറുള്ള വണ്ടിയാണെങ്കിൽ കുറേ നേരം ഗിയർ മാറി കഴിയുമ്പോൾ ഒരു പെരുപ്പ് വരും. അതിടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ആമേൻ. അങ്ങനെ സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ വീട്ടിൽ നിന്നിൽ ഇന്ന് അത്ഭുത സൗഖ്യം നടക്കുമെന്ന് ഓൺലൈനിൽ കാണുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു. സൗഖ്യമാകുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, ഹോസ്പിറ്റൽ കൈവിട്ട എനിക്ക് വന്ന സൗഖ്യം, ഞാൻ ഗലീലയിൽ നടന്ന ഈ അത്ഭുതമല്ല പറയുന്നത്, എന്നിൽ നടന്ന ഈ അത്ഭുതം ഞാൻ പറയുന്നു, നീ സൗഖ്യമാകും. ഹല്ലേലൂയ. കർത്താവേ, നാറ്റം വെച്ചു തുടങ്ങി, തുറക്കരുത്. കർത്താവ് പറയാ, കുഞ്ഞെ, ഞാൻ നാറ്റം മാറ്റാൻ വന്നതാ. ആമേൻ. മറ്റുള്ളവരുടെ മുമ്പിലുള്ള ആ നാറ്റത്തെ ഞാൻ മാറ്റാൻ വന്നതാണ്. കല്ലരുടെ മുമ്പിൽ ഞാൻ വെറുതെ വന്നു വിചാരിച്ചോ? ഞാൻ റീത്ത് വെക്കാൻ വന്നവനല്ല, റീത്തിനെ എടുക്കാൻ വന്നവനാണ്. ഹേ, ഞാൻ അനുശോചനം അറിയിക്കാൻ വന്നതല്ല, ആശംസ പറയാൻ വന്നതാണ്. സ്വർഗം വരുന്നത് റീത്തായിട്ടല്ല, സ്വർഗം വരുന്നത് ബൊക്കയായിട്ടാണ്. ആമേൻ. ബൈബിളിൽ കിടന്ന് തപ്പല്ലേ, കിട്ടത്തില്ല. ഞാൻ പറയാം. പത്രോസും ശിഷ്യന്മാരെല്ലാവരും കൂടെ, യേശുവും കൂടെ, കർത്താവ് പറഞ്ഞു, നമുക്ക് പോകാം, എൻ്റെ സഹോദരൻ നിദ്ര കൊള്ളുന്നു, ഉണർത്താൻ പോകാം എന്ന് പറഞ്ഞിട്ട് ഇവർ പോകുക. കർത്താവ് അവർ ഉറങ്ങുവാണെങ്കിൽ അവർ എഴുന്നേക്കും, പോവുകയാണ്. പോകുന്ന വഴിക്ക് പത്രോസ് പറഞ്ഞു, ഒരു റീത്തും കൂടെ വാങ്ങിച്ചോ, ഒരു റീത്തും കൂടെ വാങ്ങിച്ചു. വ്യക്തമാക്കി ദൈവം കൊടുത്തു. ഇവിടെ മക്കളെ, അവൻ മരിച്ചു. അപ്പൊ തീരുമാനമായി, മോനെ റീത്ത് വാങ്ങിച്ചു. പക്ഷെ തോമസ് വാങ്ങത്തില്ല. ഞാൻ പത്രോസ് എന്താ വാങ്ങാത്ത, അവനെ വാങ്ങിക്കാത്ത? അവൻ വാങ്ങിക്കുന്നില്ല. അതുകൊണ്ട് പറ, വാങ്ങിക്കാൻ പറ. ഇത് പറയുന്നത് യേശു കേട്ടു. ബൈബിളിലെ വായിച്ചേക്കരുത്. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ
ഇവിടുത്തെ ആദ്യത്തെ മര്യാദ അനുസരിച്ച് റീത്ത് വാങ്ങാൻ പോവല്ലേ, റീത്ത് വാങ്ങിക്കേണ്ട ബൊക്ക വാങ്ങിച്ചോ. എടാ, ഇത്രയും ബോധമില്ലാത്തതിൻ്റെ കൂടെയാണോടാ നമ്മൾ നടക്കുന്നത്? ശവത്തിൻ്റെ മേലെ ബൊക്കയല്ലോ, റീത്തല്ലേ വെക്കുന്നത്. ഇതെന്തോന്നാ കാണിക്കുന്നത്? എന്തായാലും പത്രോസ് പോയിട്ട് റീത്ത് വാങ്ങിച്ചു. തോമസിൻ്റെ കയ്യിൽ കൊടുത്തു. തോമസ് ജന്മം കൊണ്ട് വാങ്ങത്തില്ല, ഒന്നാമത്തെ വിശ്വാസമില്ല. അതിൻ്റെ കൂടെ മരിച്ചു വീട്ടിൽ പോകുമ്പോൾ, ഞാൻ ഇച്ചിരി ഡീസൻ്റുള്ള വീട്ടിലെയാണ്, ഒരു വീട്ടിലോട്ട് പോകുമ്പോൾ എന്താ വാങ്ങിക്കേണ്ടതെന്നുള്ള എനിക്കറിയാം. പ്രത്യേകിച്ച് ശവത്തെ കാണാൻ പോകുമ്പോൾ ബൊക്കയും കൊണ്ട് പോകുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ റീത്തും കൊണ്ടേ പോത്തുള്ളൂ. എന്തായാലും ഇവർ നടന്നു നീങ്ങി. യേശുവിനറിയാം എന്താ നടക്കാൻ പോകുന്നതെന്ന്. ശിഷ്യന്മാർ എന്താ ഇറങ്ങിയ? തോമസ് എന്ന് പറഞ്ഞേ, മരിക്കാൻ നമുക്ക് ഒരുമിച്ച് പോകാം എന്നല്ലേ പറഞ്ഞേ? അന്ന് അവൻ്റെ കൂടെ മരിക്കേണ്ടതിന് നമ്മൾ ഒരുമിച്ച് പോകാമെന്നാണ് പറഞ്ഞേ. കാരണം യഹൂദന്മാർ ഇപ്പൊ തന്നെ ഓൾറെഡി കല്ലെറിയാൻ നിൽക്കുകയാണ്. ഈ കാര്യത്തിൽ തീരുമാനമാവും. അതിൻ്റെ കൂടെ അതേ ബൊക്കയും കയ്യിലുണ്ട്, തീരുമാനമായി. പക്ഷേ ദൈവത്തിന് അറിയാം എന്താ ചെയ്യാൻ പോകുന്നത്. കൂടെ നിൽക്കുന്നവർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവം കാര്യം ചെയ്തു. കൂടെ നിൽക്കുന്നവർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ കാര്യം ചെയ്യുന്നവനാണ് കർത്താവ്. ആമേൻ. അപ്പൊ പത്രോസേ, ആ ബൊക്ക അവിടെ ഇരിക്കട്ടെ, കയ്യിലിരിക്കട്ടെ. കല്ലറയുടെ വാതിക്കലെത്തി. കല്ലുരുട്ടി മാറ്റം പറയുമ്പോൾ സഹോദരി പറഞ്ഞു, ഇല്ല കർത്താവേ, നടക്കത്തില്ല. നാറ്റം വെച്ചു തുടങ്ങി. അപ്പോൾ യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന പദം, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ച നീ ലാസറെ കാണുമെന്നല്ല പറഞ്ഞേ, എന്നവൾ വിശ്വസിച്ചേനെ. പക്ഷെ പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അല്ലോ, ഇത് എവിടെ നിന്നാ പറയുന്നേ? ലുലുമാളിന്റെ മുമ്പിൽ നിന്നിട്ടല്ല പറയുന്നേ. അച്ഛാ, എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അച്ഛനോട് പറയണ്ട, വേണ്ട. എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? കല്ലറയുടെ മുമ്പിൽ നിന്നിട്ട് പറയുക, വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും. എടാ, രോഗിയായി കിടക്കുന്ന മനുഷ്യനാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, ഇല്ലേ? വിശ്വസിക്കാം. ഇനി കാല് മുറിച്ചതാണെങ്കിലും കാലം ഉണ്ടായി വരും. പക്ഷേ ഇത് കല്ലറയുടെ അകത്ത് നാറ്റം വെച്ചതിനോട് അതിനെ കണ്ടിട്ട് പറയുക, വിശ്വസിച്ച നീ ദൈവത്തിന്റെ. എങ്ങനെ വിശ്വസിക്കും? ഇതാണ് വിശ്വാസം. സാധ്യത ഒന്നുമില്ലാതെ അങ്ങ് എൻഡിലെത്തി നിൽക്കുന്നതിന് നീ വിശ്വസിക്കാൻ തയ്യാറായാൽ ഒരിക്കലും പുറത്തു വരത്തില്ല, ഒരിക്കലും ഉയർക്കത്തില്ല എന്ന് അറിഞ്ഞിട്ടും വിശ്വസിക്കാൻ തയ്യാറായാൽ നീ ആ വിഷയത്തിന്റെ ഉയർപ്പ് കാണും. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കാൻ തയ്യാറാവണം. ഒരു അഡ്രസ്സും ഇല്ലാതെ ഒരു മീറ്റിങ്ങിന് വന്നു കയറിയത്. ഞാൻ പറഞ്ഞു, നിനക്ക് അഡ്രസ് ഉണ്ടാകാൻ പോവാന്ന് പറഞ്ഞു തീർന്ന് എത്ര മാസമായി ഇവനെ? പറഞ്ഞ് മാസങ്ങൾ കഴിയുന്ന മുമ്പേ കോള് വന്നു. കോളല്ല, കല്ലിടാൻ വിളിക്കുക അല്ലേ? ആമേൻ. ഒരു സാധ്യതകളും ഇല്ല. ആദ്യമായിട്ട് കാണുക അപ്പൊ അല്ലേ? ആദ്യമായിട്ട് കാണുക. നിനക്ക് അഡ്രസ് ഇല്ലടാ, നിനക്ക് അഡ്രസ് ഉണ്ടാകാൻ പോകുന്നു. ആമേൻ. വിശ്വസിക്കാൻ തയ്യാറായാൽ മഹത്വം അതിന്റെ മേൽ ഇറങ്ങും. ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് പറയും അല്ലേ? പറഞ്ഞു. നിങ്ങൾ ഇതിനെ വിശ്വസിക്കാൻ തയ്യാറാകണം. കല്ലറയുടെ മുമ്പിൽ നിന്നിട്ട് പറയുക, വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും. എന്നെ പറയാനാ? ഇതിനു മുമ്പിൽ അങ്ങനെ ഉയർത്ത് കണ്ടിട്ടില്ല. പക്ഷേ പറഞ്ഞത് ഗുരുവായതുകൊണ്ട് അവൾ അതിന് ആമേൻ പറഞ്ഞു. ഈ എൻ്റെ മൂത്ത മോനൊക്കെ രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി എഴുന്നേക്കാച്ച താമസമുണ്ട്. അപ്പോൾ പ്രൈസേ 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 എന്നൊക്കെ വിളിക്കുന്ന കേൾക്കാം. ഞാൻ മേലത്തെ മുറിയിലെടുക്കുന്നു, വിളിക്കുന്ന കേൾക്കാം. അവനൊരു 10 വിളിയൊക്കെ വിളിച്ച് കഴിയുമ്പോഴായിരിക്കും ഒന്ന് തിരിഞ്ഞു കിടക്കുന്നത്. പക്ഷെ ആ അമ്മമാരുടെ വിളിക്കൊരു പ്രത്യേകതയുണ്ട്. എഴുന്നേക്കാനുള്ള വിളിയല്ല വിളിക്കുന്നത്.
വേദനിപ്പിക്കാതെ താരാട്ടിൻ്റെ ഒരു വിളിയെ വിളിക്കുന്നത്. അത് പിന്നെ ഉറങ്ങത്തേ ഉള്ളൂ. അങ്ങനെ വിളിക്കുന്നത് പോലെ കല്ലറയുടെ മുമ്പിൽ പോയി എന്നിട്ട് ലാസറേ, അയ്യോ ലാസർ ഉറങ്ങുകയല്ല. ലാസർ ഉറങ്ങുവാണോ? അവൻ മരിച്ചുപോയ മനുഷ്യനല്ലേ അല്ലേ? അതിന്റെ മുമ്പിൽ പോയിട്ട് വിളിക്കുക, ലാസറേ. ഇവിടെ ഉറങ്ങിക്കിടന്നെ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. എത്ര പ്രാവശ്യം വിളിക്കാം? എത്ര പ്രാവശ്യം ഉറങ്ങിക്കിടക്കും വിളിക്കും? അമ്മ അത് എണ്ണീട്ടില്ല. എത്ര വിളിച്ചിട്ട് എഴുന്നേക്കുന്നത്? പക്ഷേ ലാസറേ കം ഔട്ട് പുറത്തു പറയാൻ പറഞ്ഞ അതേ സെക്കൻഡിൽ മഹത്വം ചലിക്കുന്നത് ഇങ്ങനെയാണ്. മഹത്വം ഇറങ്ങിയാൽ സാധ്യതയില്ലാത്തത് പുറത്തു വരും. ഈ പുറത്ത് ഈ ബഹളം നടക്കുമ്പോഴേ 8:30 ഇത് ഈ വെച്ചേക്കുന്നത് നിങ്ങൾക്കല്ല, ഞങ്ങൾക്ക് കാണാനാണ്. അതുകൊണ്ട് ഞങ്ങൾ മാറി നിൽക്കാം, ഞാൻ കണ്ടിട്ടേ ഇല്ല. ഈ പുറത്ത് ഈ ബഹളം നടക്കുമ്പോണ്ടല്ലോ, അകത്ത് ഇതിനേക്കാളും വലിയ ബഹളം നടക്കുക. എന്താ സംഭവം? പുഴു കേറി അങ്ങ് മെതുക്കുക. ബൈബിളിലൊന്നും എഴുതിയിട്ടില്ല, വായിച്ചിട്ട് ഈ പുള്ളി എന്തിനെ വിളിച്ച് ചോദിക്കരുത്. ഇതെന്റെ പ്രാർത്ഥന മുറിയിൽ എനിക്ക് തമ്പുരാൻ തരുന്ന കാര്യമാണ്. പുറത്ത് ബഹളം നടക്കുമ്പോൾ അതുപോലെ ബഹളം അകത്ത് നടക്കുകയാണ്. അവന്റെ ശരീരങ്ങൾ മുഴുവൻ തിന്നു തീർത്ത് കയറുക. അങ്ങനെ തിന്നു തീർത്ത് കയറുന്ന സമയത്ത് ഒരു ശബ്ദം അകത്തേക്ക് കയറുകയാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉളവാക്കിയ ശബ്ദം, ആദിയിൽ മുഴങ്ങിയ അതേ ശബ്ദം ഇപ്പോൾ കല്ലറയുടെ അകത്തേക്ക് കയറുന്നു. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഓരോന്നും ഉളവായി വന്ന അതേ മഹത്വത്തിന്റെ ശബ്ദം കല്ലറയുടെ അകത്തേക്ക് കയറിയപ്പോ കാർന്നു തിന്നുകൊണ്ടിരുന്ന പുഴുക്കൾക്ക് പിന്നെ ചലിക്കാൻ കഴിയുന്നില്ല. പുഴുക്കൾ നോക്കുമ്പോ എടാ നമ്മൾ തിന്നു തീർത്ത സ്ഥലമാണ്, ആ സ്ഥലങ്ങൾ ഇപ്പോൾ ഫില്ലായി വരുന്നു. പിശാച് തിന്നു തീർത്ത സ്ഥലങ്ങളെ ഫില്ലാക്കി തരുന്ന ഗ്ലോറി, പിശാച് മുടിച്ചു കളഞ്ഞ മേഖലകളെ ഫില്ലാക്കി തരുന്ന അഭിഷേകം, ഫില്ലാക്കി തരുന്ന മഹത്വം. തുള്ളം ശേഷിപ്പിച്ചതും വെട്ടിക്കലെല്ലാം ശേഷിപ്പിച്ചതൊക്കെ തിരിച്ചു പിടിച്ചെന്ന് പറയുന്നത് പോലെ പുഴുക്കൾ തിന്ന് തീർന്നതാ. അവര് നോക്കുമ്പോ വേണ്ടടാ, തിന്ന് തീർന്ന സ്ഥലം പഴയ പോലെ തന്നെ ഫില്ലായിരിക്കുന്നു. ഇവർ തമ്മിൽ പറയാ, നമ്മൾ തിന്നതല്ലേ, എടാ തിന്നതാ, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ശബ്ദമാകത്തേക്ക് കയറി. നമ്മൾ തിന്നതിൻ്റെ ആഹ്ലാദത്തിൽ കേട്ടില്ല, ഒരു ശബ്ദമാകത്തേക്ക് കയറി. ലാസറേ എന്നൊരു വിളി അകത്തേക്ക് കയറിയപ്പോ ചലനം വയ്ക്കാൻ തുടങ്ങി. തിന്നു തീർന്ന മേഖലകൾ മാംസം വെക്കാൻ തുടങ്ങി. ദൈവ ശബ്ദം പുറപ്പെട്ടാൽ അറ്റുപോയത് ചേർന്ന് വരും. ദൈവ ശബ്ദം പുറപ്പെട്ടാൽ
മുടിച്ചു കളഞ്ഞത് ഉണ്ടായി വരും. ദൈവശബ്ദം പുറപ്പെട്ടാൽ തീർന്നു പറയുന്നത് നിറഞ്ഞു വരും. ഹല്ലേലൂയ. ചില തലമുറകളെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്ത് വേർതിരിക്കാൻ പോകുന്നു. അഖിൽ എന്ന് പറയുന്ന ഒരു തലമുറയെ ദൈവാത്മാവ് തൊടാൻ പോകുന്നു. കെവിൻ എന്ന് പറയുന്ന തലമുറയെ ദൈവം തൊടാൻ പോകുന്നു. ഇത് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. ഓൺലൈനിൽ കേൾക്കുന്ന കുടുംബം ഇത് വിശ്വസിക്കാൻ പറ്റിക്കും, വിശ്വസിച്ചോ. മഹത്വം നിങ്ങളുടെ തലമുറയിൽ. എന്നോട് കർത്താവ് പറയുന്നു, അത് നാളത്തെ അഭിഷിക്തന്മാരായി അവരെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ദൈവിക മഹത്വം ആ വീടിന്റെ അകത്തേക്ക് ചലിക്കാൻ പോകുന്നു. അറബി രാജ്യങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ചലിക്കുക. അറബി രാജ്യങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ചലിക്കുന്നു. നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി അറബി രാജ്യങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഈ രാത്രി ഇറങ്ങുന്നു. നിന്റെ ഫോണിൽ ഫോൺ കോൾ വരാൻ പോകുന്നു. എൻ്റെ കാര്യം സാധിച്ചു അമ്മേ എന്ന് പറഞ്ഞ് ഫോൺ കോൾ നിന്റെ ഫോണിൽ വരാൻ പോകുന്നു. അറബി രാജ്യങ്ങളിൽ ദൈവിക മഹത്വം, ഗ്ലോറി. ഈ 2026 കയറുമ്പോൾ സ്വയം ചില തലമുറകൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി സബ്മിറ്റഡ് ആകും. ഇത് റെക്കോർഡാണ്. നിങ്ങൾ പറയാതെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഇറങ്ങുന്ന കാഴ്ച സഭ കാണാൻ പോകുന്നു. അതെങ്ങനെയാ? അടുത്ത PR വേണ്ടി കാത്തിരിക്കുകയല്ലേ, അല്ലെങ്കിൽ അടുത്ത കൺട്രിയിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ? ഇതൊക്കെ എഴുതി കിട്ടിയ ഏതെങ്കിലും ഒരു കൺട്രിയിലേ പോകാൻ പറ്റൂ. പക്ഷേ ഇതൊന്നും എഴുതി കിട്ടിയില്ലെങ്കിലും മഹത്വം ചലിച്ചാൽ രാജ്യങ്ങൾ 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 കവർ ചെയ്യുന്ന വിധത്തിൽ അഭിഷേകം നിങ്ങളുടെ തലമുറയിൽ യേശുവിന്റെ നാമത്തിൽ ആ തലമുറകളുടെ മേൽ ദൈവിക മഹത്വം ചലിക്കട്ടെ. ഒരു രാജ്യം കൊണ്ട് ഒതുക്കാനല്ല വിളിച്ചിരിക്കുന്നേ, രാജ്യങ്ങളെ കവർ ചെയ്യുന്ന അഭിഷേകം നിങ്ങളുടെ തലമുറയിൽ വെളിപ്പെടാൻ പോകുന്നു. എൻ്റെ ബന്ധുവിൻ്റെ മോൻ, അവൻ ഷാർജയിൽ ജോലി ചെയ്യുകയാണ്, ഒപ്പം പഠിച്ചതാ. അടുത്തത് ഇപ്പറേ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. അവർക്കെല്ലാം നല്ല സാലറി ഉണ്ട്. അവര് ഷാർജയിൽ ഇരുന്ന് ഷാർജ കുടിക്കുമ്പോ നിന്റെ തലമുറ അഭിഷേകം കൊണ്ട് രാജ്യങ്ങൾ കവർ ചെയ്യും. അവരൊരു രാജ്യത്തിന്റെ സർക്കിളിന്റെ അകത്ത് കറങ്ങുമ്പോ അഭിഷേകമുള്ള തലമുറ രാജ്യങ്ങൾ കവർ ചെയ്ത് രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതാ അഭിഷേകം. ഹല്ലേലൂയ. എനിക്കുള്ള ദൂത് 40 രാജ്യങ്ങളിൽ പോകുന്ന, പക്ഷെ ഞാൻ ഒരു രാജ്യത്തും പോയിട്ടില്ല. പക്ഷേ 40-ലല്ല, അതിലപ്പുറം രാജ്യങ്ങളിൽ എന്നെ അറിയാം. എൻ്റെ ശബ്ദം എത്തുന്നുണ്ട്. ആമേൻ. ഫോൺ എടുക്കാനുള്ള ടൈമില്ലെന്നേ ഉള്ളൂ.
രാജ്യങ്ങളിൽ, അവരുടെ റൂമുകളിൽ, അവരുടെ മീഡിയകളിൽ ഞാൻ ഉണ്ട്. ആമേൻ. ഇനി താമസിക്കാതെ ഞാൻ അവിടെ ജീവനോടെ എത്തും. അടിക്കത്തില്ല, കാരണം എനിക്കുള്ള ദൂതല്ലേ. നിങ്ങൾ അങ്ങനെ വലിയ കൈയടി വരത്തില്ല. ഒന്ന് ശക്തിയോടെ അടിച്ചിട്ട് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ലാസർ കം ഔട്ട്. ഇത് പറഞ്ഞ സെക്കൻഡിൽ തീർന്നു എന്ന് പറയുന്നവൻ പുറത്തു വന്ന് നിൽക്കുന്നു. ഇതെങ്ങനെ? ഇതിന്റെ ഇടയ്ക്ക് ഒന്നും കൂടെ സംഭവിച്ചു. കല്ലറ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞ സമയത്ത് ചുറ്റും നിൽക്കുന്ന യഹൂദന്മാർ, ചുറ്റും നിൽക്കുന്ന നാട്ടുകാർ, ചാർച്ചക്കാർ തുറന്നത് അത്തറുപ്പി അല്ലാത്തോണ്ട് അവര് മൂക്കുപൊത്തി. കാരണം തുറക്കുന്നത് കല്ലറയാണ്. പക്ഷെ മൂക്കുവെത്ത് വിരള് വെച്ചവന്റെ വായെ പൊത്തിക്കുന്ന ദൈവപ്രവൃത്തി അതിൽ അവർ കണ്ടു. ഓ ഹല്ലേലൂയ. എല്ലാവരും മൂക്ക് പൊത്തിപ്പിടിച്ച് നിൽക്കുന്നേ. പക്ഷേ സെക്കൻഡുകൾ കഴിയുന്ന മുമ്പേ അവര് വായങ്ങ് പൊത്തി. ചില അത്ഭുതങ്ങൾ നടക്കും. അങ്ങനല്ലേ? അങ്ങനെയൊന്നുമില്ലേ? ഇല്ലേ ദേവാസന്മാരെ? ചില അത്ഭുതം നടക്കുമ്പോ അയ്യോ വെക്കോ, ആരോട് ചോദിക്കുന്നു, ആര് പറയാ? ചില അത്ഭുതങ്ങൾ നടക്കുമ്പോഴേ അതിശയത്തി യോ വെക്കോ. അവിടെ കുമ്പനാട്, കണ്ണൂരൊക്കെ ഉണ്ട്. പക്ഷേ നോക്കിയേ, ഇങ്ങനെ നിന്നമാരാ ഒത്തിരി കളിയാക്കിയില്ലേ? ഒത്തിരി കളിയാക്കിയില്ലേ? കളിയാക്കിയവന്റെ വാ പൊത്തിക്കുന്ന ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി സ്വർഗം മഹത്വമിറക്കി ചെയ്യുമെന്ന് ഈ രാത്രി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചോ. ഹോ, നിന്റെ തലമുറ നിമിത്തം നീ അത് കാണാൻ പോകുന്നു. ഹോ റബാബാബാബാ സ്മീകാരലധനസ്മീതി അൽതൻ മനഹസതരാദി. ജീസസ്. ഒത്തിരി കളിയാക്കിയമാർ അവന്മാരെ കൊണ്ട് വാ പൊത്തിക്കുന്ന ദൈവപ്രവൃത്തി 2026 നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോവുക. നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോവുക. നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണാൻ പോവുകയാണ്. ആമേ. ചിലതിന്റെ വാ പൊത്തുന്ന വിധത്തിൽ അവർക്ക് സംസാരിക്കാനുള്ള സാധ്യതകളോ ചാൻസുകളോ ഇല്ലാത്ത വിധത്തിൽ ദൈവിക മഹത്വം നിനക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റാത്ത. ഒന്ന് മ്യൂട്ട് ചെയ്യാവോ?
ഇതിന്റെ പേര് മഹത്വം എന്ന് പറയുന്നത്. മനസ്സിലായോ? അഭിഷേകം ഇറങ്ങിയാൽ സാധ്യതയില്ലാത്തത് സാധ്യതയുള്ളതായി മാറും. ഇതെന്തിനാ ഞാൻ പറഞ്ഞറിയോ? നിങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കാനാ. എനിക്ക് പോലും അത്ഭുതമാണ്. ഞാൻ എൻ്റെ ഭാര്യ ഇരുത്തിക്കൊണ്ട് പറഞ്ഞേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ വീട്ടിൽ കയറി ചെന്നതേ എല്ലാം തിരിഞ്ഞു. ചിലത് വീട്ടിൽ കയറി എല്ലാം തിരിയും, പക്ഷെ അങ്ങനെയല്ല, ഞാൻ ആ വീട്ടിൽ കയറിയതേ മൊത്തം തിരിഞ്ഞു. ആമേൻ. ഞാൻ ചെന്നത് അനീത്തിയുടെ വാതിൽ തുറന്നു, പുറകെ അപ്പൻ്റെ അമ്മയുടെ വാതിലും കൂടെ തുറന്നു. ആമേൻ. ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിയ ഏതോ കുഗ്രാമത്തിൽ ജനിച്ചവൻ, പക്ഷെ മഹത്വം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നസ്രത്തിന്ന് വല്ലോ നന്മയും വരുമോ? എൻ്റെ പൊന്നണ്ണ വരുവാണെങ്കിൽ അവിടുന്ന് വരത്തുള്ളൂ. ഇല്ലേ? എന്നെ പറയുന്നു, അല്ലെ പറയാനുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ലല്ലോ. നന്മ വരുന്നുണ്ടെങ്കിൽ എവിടുന്ന് വരുന്നറിയോ? നസ്രത്തിൽ നിന്ന് വരത്തുള്ളൂ. അതായത് ഒരു സാധ്യതയും ഇല്ലാത്തതിന്റെ അടുത്തുനിന്ന് നന്മയുണ്ടാകത്തുള്ളൂ. അതാണ് ഗ്ലോറിയ തലം, അതാണ് മഹത്വം ഇറങ്ങിയാൽ. ഒരു സാധ്യതയില്ലാത്തതിന്റെ തലമുറ നോക്കിയിട്ട്, ഒരു സാധ്യതയില്ലാത്തതിന്റെ ജീവിത പങ്കാളിയെ നോക്കിയിട്ട് പറ, ഇത് മഹത്വമായി തീരും. ഇതിന്റെ മേൽ മഹത്വം വെളിപ്പെടും. ഞാൻ നിർത്താൻ പോവാ. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഫാസ്റ്റിങ്ങില്ല, എൻ്റെ പേര് വേനെടുക്കുന്നു. മഹത്വം ഇറങ്ങും. ഇറങ്ങി കഴിഞ്ഞ പ്രത്യേകത, ചലിക്കാത്തത് ചലിക്കും, ചലിക്കാത്തത് ഇവനെ ചലിക്കാൻ തുടങ്ങും. അത് മഹത്വത്തിന്റെ പ്രത്യേകതയാണ്. മഹത്വം കയറി ചെന്നു. ഇതുവരെ കല്ലറയിൽ അങ്ങനെ ഒരു ചലനം നടന്നിട്ടില്ല. ആ കല്ലറയ്ക്ക് പോലും വെപ്രാളമായി പോയി. എടാ, ഇങ്ങനെ മഹത്വം ഇറങ്ങും. മഹത്വം ഇറങ്ങുന്ന മക്കളെ ഇങ്ങനെയാ. കല്ലറ വരെ കുലുക്കുന്ന മഹത്വം ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? ഈ പന്തിയിൽ കയറ്റുന്ന അഭിഷേകത്തെ അറിയോ? പന്തിയിൽ കയറ്റുന്ന അഭിഷേകം, അതാ ലാസറിന്റെ മേലെ വീണേ. പ്രതീക്ഷിക്കാത്തവൻ പന്തിയിൽ. നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ്. ഇവരുടെ പാരൻസ് വന്നിട്ടുണ്ടോ? ആമേൻ. പ്രതീക്ഷിക്കാത്തവൻ പന്തിയിൽ. നിങ്ങൾ പന്തിയിൽ കയറാൻ പോകുകയാണ്. ശുശ്രൂഷയുടെ പന്തിയിൽ നിങ്ങളെ പരിശുദ്ധാത്മാവ് അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ആ അഭിഷേകം ഈ തലമുറയുടെ മേൽ ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ആ അഭിഷേകത്തിന്റെ പകർച്ച ഈ രാത്രി തലമുറയുടെ മേൽ. Yes, fire in the anointing. Fire in the anointing. Spiri bidi bidi bidi. How does manadia? Arthal gamadi arthal gamaniya dalaya. പ്രതീക്ഷിക്കാത്തവനെ പന്തിയിൽ കയറ്റിയിരുത്തുന്ന നീ അന്യഭാഷയെ വിവേചിച്ച് ദൂത് പറയും. നീ അന്യഭാഷയെ വ്യാഖ്യാനിക്കും. അവന്റെ പേരെന്താ? പേര് ജസ്റ്റിൻ. അന്യഭാഷയെ നീ വ്യാഖ്യാനിക്കും.
ഒരു വ്യക്തി അന്യഭാഷ പറയുമ്പോൾ നീ പറയും ഇന്നതാണ് പറഞ്ഞതെന്ന്. നീ അതിനെ വ്യാഖ്യാനിച്ചു പറയും. ഓ, ദാനിയേലിന്റെ മേൽ പകർന്ന ജ്ഞാനം നിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ അത് വെളിപ്പെടട്ടെ. ഓ, ഗ്ലോറി. Yes, Master. നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ടപ്പാ. നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ടപ്പാ. നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ടപ്പാ. Glory. മഹത്വം നിന്റെ വീടിൻ്റെ അകത്ത്, മഹത്വം നിന്നിൽ, രാജകിരീടം നിന്റെ മുകളിൽ. ഗ്ലോറിയുടെ കിരീടം നിന്റെ മേൽ. ശൗലും പ്രവാചകണത്തിലോ കാലഘട്ടത്തിന് വേണ്ടി പ്രവചിക്കുന്നവനായി, ദേശങ്ങളോട് പട്ടണങ്ങളോട് ദൂതറിയിക്കുന്നവനായി, റിജക്റ്റ് ചെയ്ത് കളഞ്ഞ മേഖലയിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പൊക്കിയെടുക്കുന്നു. ഒഴിവാക്കി നിർത്തിയെടുത്തുന്ന അഭിഷേകം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ഈ മനുഷ്യൻ രാജ്യങ്ങൾ യാത്ര ചെയ്യും. ഇദ്ദേഹത്തിന് പാസ്പോർട്ട് ഉണ്ടോ വിസയുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അഭിഷേകം കൊണ്ട് ഈ മനുഷ്യൻ സഭ കാണാൻ പോകുന്നു. രാജ്യങ്ങൾ അത് സ്റ്റേജുകളിലെ പെർഫോമൻസുകളല്ല, വീടുകളുടെ വ്യക്തിപരമായ വിടുതലുകൾക്കു വേണ്ടി പരിശുദ്ധാത്മാവിനെ അയക്കും. ക്രോസ്, ഒരു വണ്ടി പോക്കറ്റ് റോഡിൽ നിന്ന് ക്രോസ് കയറി വരുന്നു. ചവിട്ടി നിന്നെടുത്തുനിന്ന് തിരിച്ചു നിർത്തിയത് പരിശുദ്ധാത്മാവാണ്. ഒരു മരണം മുഖാമുഖം നിങ്ങൾ കണ്ട മനുഷ്യന് സ്വർഗം നിന്നെ നിർത്തിയിരിക്കുന്നത് അവൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താനാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ കർത്താവ് പറയുന്നത്, ഗ്ലോറിയ കിരീടം നിങ്ങളുടെ മേൽ. കർത്താവേ, ഞാൻ ഈ ദൈവപുരുഷനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദേശത്ത് നിങ്ങളൊരു അടയാളമായി മാറുന്നു. ലാസർ പുറത്തു വന്നതുപോലെയാണ് നീ പുറത്തു വന്നിരിക്കുന്നത്. നിന്റെ ദേശത്ത് നീ ഒരു അത്ഭുതമായി മാറും. നിന്റെ ദേശത്ത് നീ ഒരു അടയാളമായി മാറും. ഞാൻ ഈ ദൈവപുരുഷനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായി തുടരട്ടെ, അത്ഭുതമായി തുടരട്ടെ. 2029 നിങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി വേർതിരിയപ്പെടുന്ന വർഷം. യേശുവിൻ്റെ ഇപ്പോൾ നീ ഉള്ളത് പണിപ്പുരയ്ക്കകത്താണ്.
സ്വർഗം നിങ്ങളെ പണിതുകൊണ്ടിരിക്കുക, ചിലത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പണിയുടെ പൂർത്തീകരണം കഴിയുമ്പോൾ മഹത്വം നിങ്ങളെ കൊണ്ടുപോകും. ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ആധര ജലവർദ്ധന വൈശസി. പകല് ഞാൻ പറഞ്ഞിരുന്നു നിന്റെ അടുത്ത് ദൂതൻ നിൽക്കുന്നുവെന്ന്. എന്നിട്ട് പരിശുദ്ധന്മാർ പറയുന്നു, കുഞ്ഞ്, നിന്നെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു ദൂതന്റെ സംരക്ഷണം നിനക്കുണ്ട്. പക്ഷെ നിനക്ക് ഭയമാണ്. നിന്റെ ഭയത്തിൻ്റെ അകത്തുനിന്ന് നിന്നെ, ഈ കുഞ്ഞിന്റെ കൂടെ വന്നാരാ? രാവിലെ മോനോടല്ലേ സംസാരിച്ചേ? ആമേൻ. നിനക്ക് ഭയമാണ്. പല മേഖലയിൽ നീ ഭയപ്പെട്ടു നിൽക്കുകയാണ്. പക്ഷെ ഞാൻ കാണുന്നത് ദൂതൻ ഇറങ്ങി നിന്നെ കവർ ചെയ്ത് നിൽക്കുന്നതാണ്. നിന്റെ ഭാവിയെ തീരുമാനിക്കുന്നത് ബന്ധുക്കളല്ല. നിന്റെ ഭാവിയെ തീരുമാനിക്കുന്നത് അഭിഷേകമാണ്. അഭിഷേകം നിന്റെ ഭാവിയെ നിശ്ചയിക്കാൻ പോകുന്നു. അഭിഷേകം നിന്റെ ഭാവിയെ തിരിക്കാൻ പോകുന്നു. നിന്റെ കൂടെ ഏഞ്ചിലെ ഞാൻ രാവിലെ കാണിച്ചിരുന്നു, ഇടവും വലവും ദൂതന്മാർ. കുഞ്ഞെ, അങ്ങനൊരു സംരക്ഷണത്തിന്റെ, ഒരു സ്പെഷ്യൽ സംരക്ഷണത്തിന്റെ അകത്താണ് നീ നിൽക്കുന്നത്. ഈ തലമുറകൾ നിമിത്തം കുടുംബത്തിന്റെ മാന്യത വെളിപ്പെടും. നിന്ദിക്കപ്പെട്ട് നിൽക്കുന്ന ദേശത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങി അത്ഭുതം ചെയ്യുന്ന വിധത്തിൽ ഈ രാത്രി ഈ കുഞ്ഞിന്റെ മേൽ അഭിഷേകത്തിന്റെ തീ, ആത്മാവിന്റെ ഒരു കത്തൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ഓ പരിശുദ്ധം പറയുന്നു, യൂറോപ്പുമായി നീ കണക്റ്റ് ആവും. നിന്റെ എഡ്യൂക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇക്കാര്യത്തിൽ ചോദിക്കുന്നില്ല. പക്ഷെ പരിശുദ്ധം പറയുന്നു, യൂറോപ്പിന്റെ മണ്ണിൽ നീ കാലുകുത്തും. അവിടെ നീ കർത്താവിന്റെ വേലയും ചെയ്യും, ജോലിയും ചെയ്യും. യേശുവിന്റെ നാമത്തിൽ 2028 എന്ന് പറയുന്ന വർഷം നീ അവിടെയായിരിക്കും. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഈ കുഞ്ഞിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിനായി സ്തോത്രം. അത്ഭുതം ഇവളിൽ സംഭവിക്കുന്നതിനായി നിങ്ങളുടെ നേർവുകളുടെ മേൽ ഒരു ഹീലിംഗ് നടക്കുന്നു. നേർവുകളുടെ മേൽ, ബ്രെയിനിന്റെ മേൽ ദൈവശക്തി വെളിപ്പെടുന്നു. നിങ്ങൾ ഇപ്പോൾ ഒരു ഹീലിംഗ് വേണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ മകൾ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. നേർവുകളുടെ അകത്തേക്ക് ദൈവശക്തി ഇപ്പോൾ വെളിപ്പെടട്ടെ. Heal in the name of Jesus. Hardana jaradarkhili adari prabhu sal harshadi argana waidil harambal harjul braghendel brhosi amdana. പ്രതീക്ഷിക്കാത്തവനെ പന്തിയിൽ കയറ്റി നിർത്തുന്ന അഭിഷേകം. നമ്മൾ നോക്കുന്നത് കളറാണ്, നമ്മൾ നോക്കുന്ന ബ്രാൻഡഡ് ആണ്. കർത്താവ് ഒന്നും നോക്കാറില്ല. കർത്താവ് നോക്കുന്നത് അഭിഷേകമാണ്. കർത്താവ് നോക്കുന്നത് നീ അവൈലബിൾ ആണോ എന്ന്. എല്ലാവരും ദിവസം എഴുന്നേറ്റ് നിന്നാട്ട്. അഭിഷേകം ആഗ്രഹിക്കുന്നത്ര അഭിഷേകം.
നിങ്ങൾ മുമ്പോട്ട് വരാൻ പറ്റും. മുമ്പോട്ട് പോകും. Jesus. Shadhala rohusmeni lardhala zikhal progonia. ഇത് മഹത്വം ചലിക്കുന്ന രാത്രിയായി രാത്രി മാറട്ടെ. പരിശുദ്ധാത്മാവ് ഇതിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ ഉള്ളം കയ്യിൽ തീയുടെ അനുഭവം ഉണ്ടോ? എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്ന എനിക്ക് ഗ്യാരണ്ടിയാണ്. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. Oh Jesus, how reharabus alharaisha prabe. നിങ്ങളുടെ അതരത്തിൽ പുതിയ ഭാഷകൾ പരിശുദ്ധാത്മാവ് തരാൻ പോകുന്നു. വായികൾ തുറന്ന് അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങിക്കോ. അഭിഷേകം ലഭിക്കാത്തവർ സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കോ. നീ ഇന്ന് അഭിഷേകത്തെ നിറയും. പരിശുദ്ധാത്മാവിന്റെ തീ ചൂടടയാളമായി നിങ്ങളുടെ കൈകളിൽ ഇപ്പോൾ തീ തൊടട്ടെ, തീ തൊടട്ടെ, തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ. നിങ്ങളുടെ ഉള്ളം കൈക്കകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ തീ എൻ കൈകളിന്മേൽ അഭിഷേകത്തെ കുഞ്ഞുങ്ങളുടെ മേലെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ തീ, തീ വീഴട്ടെ, തീ വീഴട്ടെ, എൻ കണ്ണുകളിന്മേൽ യേശുവിന്റെ നാമത്തിൽ തീ. ഈ കുഞ്ഞുങ്ങളുടെ മേലെ തീ, ഈ കുഞ്ഞുങ്ങളുടെ മേലെ തീ, fire, fire in the anointing, fire in the anointing, fire in the anointing, fire, fire, fire in the anointing. Fire in the anointing, fire, fire. തീ പിടിക്കും, തീ പിടിക്കും, തീ പിടിക്കും, തീ പിടിക്കുന്നു, തീ പിടിക്കുന്നു, തീ പിടിക്കുന്നു, തീ, 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 തീ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച. ദൈവമഹത്വമേ, ഞാൻ നിങ്ങളെ തൊടുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ തീ ഇപ്പോൾ നിങ്ങൾ തൊടും. യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ തീ ജനത്തിന്റെ മേൽ ഇപ്പോൾ വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. പുതിയ ഭാഷകൾ, നിന്റെ യാതൊരത്തിൽ പുതിയ ഭാഷകൾ, പുതിയ ഭാഷകൾ. Rikara baba, Shmidi Ruichalvaro, Liki Matolasi Rakasia, Rikatel Brokotan Mispiria, Spital Brauda Haser Lakati, Shikibi, Rikiti Bibi, yes, Manamati, Abishega Bibba Chaligata. Fire in the anointing, fire in the anointing, fire in the anointing. അന്യഭാഷയിൽ ഇവൻ ദൈവത്തെ സ്തുതിക്കട്ടെ,
അഭിഷേകം ചൊരിയട്ടെ. തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ. Fire, 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 fire in the anointing. Oh, Rababadala. Speedy, Riki, Lartanasai. Latal Brava Speedy. House Bradi Lambari. Rikatala Vadi Shandana. Ribila Babasha. Ribri Shandana Pravashi. Abhishekathinte തീ തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ. Oh, തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ fire in the anointing. ഇവനെ വരാ തീ തീ തീ. യേശുവിന്റെ നാമത്തിൽ തീ Fire in the anointing. Fire in the anointing. Fire in the anointing. Fire in the സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ടപ്പാ. നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ടപ്പാ. നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ട. നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ടപ്പാ. നിങ്ങളുടെ കൈകളിൽ ചൂട് അനുഭവപ്പെട്ടോ? അനുഭവപ്പെട്ടു പറഞ്ഞാൽ ഇത് പറയണ്ട. നിങ്ങളുടെ കയ്യിൽ, ഉള്ളം കയ്യിൽ ചൂട് അനുഭവപ്പെട്ടോ? ഉണ്ടായോ? ഭാഷകൾ ചേഞ്ച് ആയോ? പുതിയ ഭാഷ വന്നു വച്ചാ? നിങ്ങൾ വെളിപ്പാട് കാണുന്നവരായി മാറാൻ പോവുക. നിങ്ങൾ വെളിപ്പാട് കാണുന്നവരായി. ഈ കുഞ്ഞുങ്ങൾ കയറി പ്രവചിക്കും. ഇവൻ അഭിഷേകത്തിന്റെ മോനാണോ? കർത്താവേ, ഞാൻ ഈ മോനെ പരിശുദ്ധാത്മാവിൽ മുദ്രവെക്കുന്നു. ഇവൻ അഭിഷേകത്തിന്റെ അടുത്ത പോഷൻ ഇവളുടെ മേൽ വീഴട്ടെ. ഞാൻ പുതപ്പിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാലഘട്ടത്തെ തിരിക്കുന്ന അഭിഷേകം, കാലഘട്ടത്തെ വെളിപ്പെടുത്തുന്ന അഭിഷേകമായി പന്ത്രണ്ടാമത്തെ വയസ്സ്. ഇതിന് എത്ര വയസ്സുണ്ട്? 10. 12ാമത്തെ വയസ്സിൽ ഇവൻ മൈക്ക് എടുത്ത് കയറും. ഇവൻ പ്രവചിക്കും. ഇവൻ രാജ്യങ്ങളോട് പ്രവചിക്കും. ഇവൻ രാജ്യങ്ങളെ കീഴടക്കും. I prophesy
ഇവൻ US-യുടെ മണ്ണ് അവകാശമാക്കും. ഇവന്റെ അഡ്രസ് ഞാൻ അവിടെ ആയിരിക്കും. പ്രവചിക്കുന്ന ശബ്ദത്തിന് മാറ്റമില്ല. 1 അല്ല 4 ക്യാമറ കണ്ട പിടിക്കുന്നത്. ഇത് റെക്കോർഡാണ്. ഇവൻ ഇംഗ്ലീഷ് രാജ്യത്തിൽ ഇംഗ്ലീഷുകാരുടെ മണ്ണ് ഇവൻ അവകാശമായി തീരാധാരമായി ഇവൻ എഴുതിയെടുക്കും. ഏലീശയുടെ മീതെ പുതപ്പ് വീണതുപോലെ, ഏലീശയുടെ മീതെ പുതപ്പ് വീണതുപോലെ ഇവന്റെ മേലെ പുതപ്പ് വീഴും. 12-ാമത്തെ വയസ്സിലാ യേശു ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്തേ. അത് കഴിഞ്ഞിട്ട് അല്പം ഒന്ന് വിശ്രമിക്കാൻ കയറിയതാ. പക്ഷെ ഞാൻ ആരാന്നൊന്ന് കാണിച്ചു. ആരാന്ന് ഇവൻ കാണിക്കും. 28-ല്ലേ 12 വയസ്സാകുന്നേ? 10 വയസ്സാ. അപ്പം ഇത് 25 എൻ്റെ അല്ലേ? അപ്പൊ 27 ലാസ്റ്റ് അല്ലേ? ഇവിടെ തന്നെ ഉണ്ടാവൂലോ കർത്താവ് വന്നില്ലെങ്കിൽ. നിങ്ങളത് കാണും. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇത് കാണും. ഈ മകൻ പ്രവചിക്കുന്നത് ഇപ്പൊ എന്താന്ന് ഇവനൊന്നും പിടികിട്ടുന്നില്ല. പക്ഷെ ഈ കുഞ്ഞ് ചെയ്യാൻ പോവുക. ഇവൻ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേക്കും. അമ്മ, ഞാനൊരു ദർശനം കണ്ടു. ഓ, ആ ദർശനത്തിന് ഇവൻ തിരിയും. ഞാൻ ഈ കുഞ്ഞിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ കുഞ്ഞിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു. എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു. കല്ലറെന്ന ലാസർ പുറത്തു വന്നതുപോലെയാ പുറത്തു വന്നേ. ഇവനെ കല്ലറയ്ക്കകത്ത് ഒതുക്കാൻ നോക്കിയതാ. പക്ഷെ അപ്പന്റെ മഹത്വം ഇറങ്ങി ഇവനെ പുറത്തു കൊണ്ടുവന്നു. പുറത്തു കൊണ്ടുവന്ന് ആലയാനല്ല, പന്തിയിലിരുത്താൻ. നിന്ദിച്ച ഒരു ജനറേഷന്റെ മുമ്പിൽ പന്തിയിലിരിക്കുന്ന ജനറേഷൻ. എന്നോട് അപ്പൻ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത്. എനിക്കിവര് പരിചയമൊന്നുമില്ല. പതിനൊന്നാമത്തെ വയസ്സിൽ ഒരു ശോധനയുടെ അനുഭവം വരും. പക്ഷെ ആത്മാവിൽ നീ യുദ്ധം ചെയ്തോണം. അതൊരു കണക്റ്റഡ് ആണ്. ആത്മാവിൽ അതിനെ വെട്ടിക്കേറുക. യേശുവിന്റെ നാമത്തിൽ ഇവന് വിരോധമായി വ്യാപരിക്കുന്ന സകല തേർവാഴ്ചകളെയും എതിർ പ്രാർത്ഥനകളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ കുഞ്ഞിൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നു. ഇവന്റെ ചുറ്റും മീഖായേലിന്റെ സംഘം ഇവന്റെ ചുറ്റും ഇറങ്ങട്ടെ. ഞാൻ ഈ കുഞ്ഞിനെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായി മാറട്ടെ. ഗോഡ് ബ്ലസ് യു മോനെ. മഹത്വം ഇറങ്ങിയാൽ ചിന്തിക്കാതെ നടക്കും.
ആമേൻ. മഹത്വം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചത്തത് പുറത്തു വരുന്നു പറ. അടുത്തേക്കൊന്ന് പറഞ്ഞേ, മഹത്വം ഇറങ്ങി കഴിഞ്ഞാൽ എന്നോടാ പറഞ്ഞു, അടുത്തേക്കൊന്ന് പറഞ്ഞു, ചത്തത് പുറത്തു വരും. അടുത്ത് നിൽക്കുന്നവരോട് പറയാൻ, ആ അതിനാരും ചത്തല്ല വാസ്റ്റേ. ചത്ത അനുഭവം മാറും, ചത്ത അനുഭവം മാറും. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോ തന്നെ നിങ്ങൾ അതിന്റെ റിസൾട്ട് കാണാൻ പോവും. നിങ്ങളുടെ ചത്ത അനുഭവങ്ങൾ, കുടുംബങ്ങളുടെ അകത്തെ ചത്ത അനുഭവങ്ങൾ മാറത്തക്ക വിധത്തിൽ മഹത്വം ചലിയും. മഹത്വം യേശുവിന്റെ നാമത്തിൽ ഇവന്റെ മേൽ ഇപ്പോൾ ചലിക്കട്ടെ. ഇവന്റെ കാലുകൾക്ക് വേഗതയേറട്ടെ, കാലുകൾക്ക് തീ പിടിക്കട്ടെ. അടച്ചു കളഞ്ഞ മേഖല ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ തീ ഇവന്റെ മേൽ അത് നിറയട്ടെ. Fire in the anointing. Oh, fire, 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 fire. യേശുവിന്റെ നാമത്തിൽ ഇവരിൽ നിന്ന് ആ തീ പുറത്തേക്ക് ഒഴുകട്ടെ. (2017) കൈവിട്ടുപോയെന്ന് പറയുന്നത് 2026 നീ കയ്യിലാക്കും. 26 നിന്റെ വിഷയങ്ങളുടെ മേൽ മഹത്വം ചലിക്കുന്ന വർഷം, ആത്മാവിൽ കുടഞ്ഞു കയറുന്ന വർഷം, നിന്റെ ചരിത്രം തിരിയുന്ന വർഷം. 2026 8-ാം മാസം ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. അത് 17-ലും 18-ലും മുടക്കിക്കളഞ്ഞതാണ്. അതിനെ തിരിച്ചു പിടിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഈ സ്ഥലം സംബന്ധമായി എഴുത്ത് നടക്കാതെ, എഴുതി തരാതെ അതിനെ ഓരോ മുടക്കം ചെയ്ത് വിടുന്ന ഒരു സംഭവം നിങ്ങൾക്ക് എഴുതി കിട്ടേണ്ടതാണ്. അത് എഴുതി കിട്ടുന്നില്ല, എഴുതി എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആരോളെ ഈ പഞ്ചായത്ത് മുഴുവൻ അതാണ്. എഴുതിയെടുക്കണോ? എഴുതണോ? എഴുതിയെടുക്കണോ? എഴുതിയിട്ട് പോയാൽ മതി. ഒരു ചർച്ച ചെന്നിട്ട് വെറും വൈറ്റ് പേപ്പറിൽ എഴുതി സൈൻ ചെയ്ത് കൊടുത്തു. പൊളിഞ്ഞു കിടന്ന വീടാണ്, നിങ്ങളുടെ വീട് പണിയാൻ പോകുന്നു പറഞ്ഞു. കൂലിപ്പണിക്കാരാ അവര് 8 മാസം കൊണ്ട് വീട് പണിതു. ആമേൻ. മഹത്വം ഇറങ്ങിയ അത്ഭുതം നടക്കും. എഴുതണോ? യേശുവിന്റെ നാമത്തിൽ വരുക. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതം ഈ 3 കുടുംബങ്ങളുടെ അകത്തും സംഭവിക്കട്ടെ. ഇവർക്ക് അവകാശമായി കിട്ടേണ്ട ആ വസ്തു യേശുവിന്റെ നാമത്തിൽ ഇവർക്ക് ലഭിക്കട്ടെ. 2026 ഇവരെ എഴുതിയെടുക്കട്ടെ, എഴുതിയെടുക്കട്ടെ, എഴുതിയെടുക്കട്ടെ.
യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിന് സൈൻ ചെയ്യുന്നു. ഞാൻ അതിന് സൈൻ ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഞാൻ സൈൻ ചെയ്യുന്നു. ഇവരുടെ പ്രമാണം ഇവരുടെ കയ്യിൽ, ഇവരുടെ നന്മ ഇവരുടെ കയ്യിൽ. ഇവർക്ക് തീരാധാരമായി അത് ലഭിക്കട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. സഭയാമേൻ പറഞ്ഞേ ആമേൻ. കല്ലറയ്ക്കകത്തുനിന്ന് ഒരുത്തൻ പുറത്തു വന്ന് നിൽക്കുക. ഞാൻ ഇത് പറഞ്ഞതേ ഒരാൾ വാച്ച് നോക്കി, ഞാൻ നിർത്താൻ പോവാ. ആമേൻ. 2 മിനിറ്റ് കൂടെ. ആമേൻ. ഇത് കുറിപ്പ് വെച്ചുള്ള പ്രസംഗമല്ല, ഇത് ലൈവാ. ആമേൻ. കല്ലറയ്ക്കകത്തുനിന്ന് ഒരുത്തൻ പുറത്തു വന്ന് നിൽക്കുക. യേശു പറഞ്ഞു, കെട്ടഴിപ്പിൻ, അവൻ പോകട്ടെ. ആരഴിക്കും? കെട്ടിയവൻ അഴിക്കും. കെട്ടിയവരഴിക്കും. പുറത്തു കൊണ്ടുവന്ന് അഴിക്കാൻ പറഞ്ഞു. ഒറ്റ പദം കൂടെ. കർത്താവേ, അങ്ങേക്ക് വീട്ടിൽ, മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ ഇരുന്നിട്ട് ലാസറേ ഇറങ്ങി വാടാന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന് കയറത്തില്ലേ? കേറും. പിന്നെ എന്തിനാ കല്ലറേ പോയി ഇങ്ങനെ ഒരു ശുശ്രൂഷ? അത് ചോദിക്ക്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എന്നാ റീസൺ അറിയോ? ഈ കല്ലറയുടെ മുമ്പിൽ നിന്നാണ് അടക്കം കഴിഞ്ഞ് ഈ കുടുംബം തല കുനിച്ചു പോയത്. ആമേൻ. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പിൽ കുറ്റം പറയുന്ന, കുത്തി സംസാരിക്കുന്നവരുടെ മുമ്പിൽ തിരിച്ചു മറുപടി കൊടുക്കാൻ ഒന്നുമില്ലാതെ 2 സഹോദരിമാർ നിരാശയോടെ, നിസ്സഹായതയോടെ തലകുനിച്ച ഇടമാണ് കല്ലറ. തലകുനിച്ച് എവിടുന്ന് ഇറങ്ങിയ അതേ സ്പോട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് യേശു വിളിച്ച ലാസർ എപ്പോ വന്നെന്ന് ചോദിച്ചാൽ മതി. പറ്റത്തില്ലട മോനെ. ഇവര് തലകുനിച്ച അതേ ജില്ലയിൽ, അതേ നാട്ടിൽ, അതേ ബന്ധുക്കളുടെ മുമ്പിൽ, അതേ ചാർച്ചക്കാരുടെ നടുവിൽ കൊണ്ടി നിർത്തിയിട്ട്, എന്റെ ദൈവം ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്യുന്നേ, നിന്നിച്ചെടുത്ത് തന്നെ അവൻ മാനിക്കും. തലകുനിച്ച അതേ സ്പോട്ടിൽ ഇപ്പൊ നോക്കിയേ, ആ സഹോദരിമാർ തല ഉയർത്തി. നാട്ടുകാർ കാങ്കയല്ലേ നീ തല കുനിച്ചേ? എന്നാ നിന്റെ തല ഉയരുമ്പോഴും അവർ കാണണം. ആമേൻ. നിങ്ങളുടെ തലയെ ദൈവം ഉയർത്തുന്ന വർഷം 2026. നിങ്ങൾ തല കുനിച്ച മണ്ണിൽ, തല കുനിച്ച ദേശത്ത് നിങ്ങളുടെ തലയെ ഉയർത്തുന്ന വർഷം 2026. മഹത്വം ചലിക്കുന്ന വർഷം, മഹത്വം വെളിപ്പെടുന്ന വർഷം, നിങ്ങളുടെ ഭാവിയെ തിരിക്കുന്ന വർഷം, തലമുറയുടെ ഭാവിയെ തിരിക്കുന്ന വർഷം, നിങ്ങൾക്ക് സ്റ്റോപ്പായി പോയ മേഖലകളിൽ ഉയർപ്പ് നൽകുന്ന വർഷം, തകർന്ന കുടുംബ ജീവിതത്തെ, തകർന്ന ബന്ധത്തെ പണിയുന്ന വർഷമാണ് 2026. ഒരു പദം കൂടെ ഞാൻ പറഞ്ഞു നിർത്തുക. നീ വീട്ടിൽ കരയുന്നതും, നീ വീട്ടിൽ അനുഭവിക്കുന്നതും, പാസ്റ്ററോട് പറയുന്നതും ലിമിറ്റുണ്ട്. പക്ഷേ നിന്റെ കുടുംബജീവിതത്തിന്റെ അകത്തേക്ക് ഈ രാത്രി മഹത്വം കയറാൻ പോകും. മഹത്വം കയറാൻ പോകും. നിനക്ക് ഇതിൻ്റെ അകത്ത് വരുമ്പോഴേ സന്തോഷമുള്ളൂ. വീട്ടിൽ ചെന്നാൽ ഈ സന്തോഷം കിട്ടുന്നില്ല. എന്നാൽ വീടിൻ്റെ അകത്ത് സന്തോഷത്തെ നിലനിർത്തുന്ന വിധത്തിൽ വീടിന്റെ അന്തരീക്ഷം മഹത്വം തിരിക്കും.
ഹോ ഹേ എലോഹിം സഭേ, നിങ്ങൾ മഹത്വത്തിൽ സഞ്ചരിക്കുന്ന സഭയായി, കുടുംബങ്ങളായി മാറാൻ പോകുന്നു. മഹത്വത്തിൽ സഞ്ചരിക്കുന്ന, മഹത്വത്തിൽ ചിലതിനെ കീഴ്പ്പെടുത്തുന്ന, മഹത്വത്തിൽ ചിലതിനെ എഴുന്നേൽപ്പിക്കുന്ന, മഹത്വത്തിൽ ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന. ഞാൻ ഈ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്തൃദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവശബ്ദം വിശ്വസിച്ച് ആമേൻ പറഞ്ഞതിന്റെ വീട്ടിൽ, തലമുറയിൽ അത്ഭുതം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഒരു മഴ നനയാൻ വേണ്ടി നിന്നിട്ട് കൊടയും ചൂടി നിന്ന് നനയത്തില്ല. ആ കൊട മാറ്റിയേ പറ്റൂ. ഞാൻ കാണുന്ന വെളിപ്പാട് എങ്ങനെയാണ്? ഒരു മഴ പെയ്തിറങ്ങുന്നുണ്ട്, പക്ഷെ പന്തല് കിടക്കുക. ആ പന്തല് പൊളിയട്ടെ, ആ മേൽക്കൂര പൊളിയട്ടെ, ആ മേൽക്കൂര പൊളിയട്ടെ. അഭിഷേകത്തിന്റെ മഴ ഈ ജനത്തിന്റെ മേൽ പെയ്തിറങ്ങട്ടെ. ഞാൻ ഈ കുടുംബത്തെ, ഈ സഭയെ ബ്ലെസ് ചെയ്യുന്നു. കർത്താവേ, ഇവരനുഗ്രഹവും അത്ഭുതവുമായി മാറട്ടെ. എനിക്ക് തന്ന പ്രൊഫറ്റിക്കൽ അനോയിന്റിംഗിൽ നിന്ന് ഞാൻ ഈ ജനത്തെ ബ്ലെസ് ചെയ്യുകയാണ്. അഭിഷേകത്തിന്റെ നിറവ് ഇവരുടെ മേൽ ഉണ്ടാകട്ടെ. ഇവർ അനുഗ്രഹമായി മാറട്ടെ. ഈ സഭ നിറഞ്ഞ് കവിയട്ടെ. പുതിയ തലം തുറന്നു വരട്ടെ. പുതിയ മേഖലയിലേക്ക് ഇവർ നീങ്ങട്ടെ. ഈ സഭയിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ സംഭവിച്ചുകൊണ്ടേയിരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തിയുടെ തുടർക്കഥയായി മാറട്ടെ. ഞാൻ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ.